ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നടന്ന JEE എക്സാമിൻ്റെ ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്, മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. യെസ്, എല്ലാവരും ശ്രദ്ധിച്ചോളേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് 1/1 × 1 + d ഡിവൈഡ് ബൈ 1/1 + d × 1 + 2d പ്ലസ് എക്സെട്ര 1/1 + 9d × 1 + 10d = 5. ഇതിലെന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് 50d. അപ്പോൾ ഡീൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ, എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചോളൂ, നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഈ ഫസ്റ്റ് ടേമിനെ മാറ്റി എഴുതി 1/d × 1/1 - 1/1 + d. സെക്കൻഡ് ടേം എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/2 × 3 എന്ന് വെച്ചാൽ 1/2 - 1/3. അപ്പോൾ 1/1 + d - 1/1 + 2d. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചോളേ. ഇനി ലാസ്റ്റ് ടൈമിന് 1/1 + 9d - 1 + 10d എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇതിൽ ഈ ടേമെല്ലാം ക്യാൻസലാവും. ഇത് ക്യാൻസലായി, ഇത് ക്യാൻസലായി, ഇത് ക്യാൻസലായി. ലാസ്റ്റ് ബാലൻസ് വരുന്നത് 1 - 1/1 + 10d. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. ഈ 1ഉം ഈ 1ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ 10d, ഡിയും ഡിയും ക്യാൻസൽ ചെയ്തു. 10/1 + 10d = 5. അപ്പോൾ എത്ര ഡി ആൻസർ നോക്ക്. ഡീൻ്റെ വാല്യൂ 1/10. എന്താണ് നമ്മൾ ചോദിച്ചത്? 50d ആണ്. 50 × 1/10 ആൻസർ ഈസ് 5. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെ ശ്രദ്ധിക്കാം, ഇത് 1 ഫംഗ്ഷന് വെച്ചിട്ട് ഇന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു JEE എക്സാമിന്. എന്താണ് അല്ലേ? ഐഡൻറ്റിഫൈ ദ നമ്പർ ഓഫ് ഫംഗ്ഷൻ. സെറ്റ് A contain 4 elements, സെറ്റ് B contain 4 elements. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചത്? നമ്പർ ഓഫ് ഫംഗ്ഷൻ. ഓക്കെ അല്ലേ മക്കളെ? ഇന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? നമ്പർ ഓഫ് ഫംഗ്ഷന്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും? NP-M ആണ്. അവിടെ N4 ആണ്, M4 ആണ്. അപ്പോൾ NP4 അല്ലേ, 4P4 ചെയ്താൽ ആൻസർ കിട്ടും. എല്ലാവരും ഓക്കെ ആണല്ലോ? ഓക്കെ, ശ്രദ്ധിച്ചോട്ടെ മക്കളെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ 2 - tan x ഡിവൈഡ് ബൈ 3 + tan x dx 1/2 alpha x + log base e beta sin x + gamma cos x + c, where c is a constant of integration. Then alpha + gamma by beta ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചോളേ. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ tan x നമ്മൾ മാറ്റുന്നു. എന്താണ് tan x എന്ന് വെച്ചാൽ sin x / cos x. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. താഴെ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 2 cos x - sin x / 3 cos x + sin x. ഇങ്ങനെ വരുമ്പോൾ ഒരു മെത്തേഡ് ഉണ്ട്. ന്യൂമറേറ്റർ ഇസ് ഈക്വൽ ടു a × ഡിനോമിനേറ്റർ അല്ലേ, ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് b × ഡിനോമിനേറ്റർ. ഇതിനകത്ത് കമ്പയർ കോഎഫിഷ്യൻ്റ് ഓഫ് കോസ് എക്സ്, അതുപോലെ കമ്പയർ കോഎഫിഷ്യൻ്റ് ഓഫ് സൈൻ എക്സ്. ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ എയും ബിയും നിങ്ങൾക്ക് ലഭിക്കും. ആ എയും ബിയും നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിന് പകരം മാറ്റുന്നു അല്ലേ? എന്താ എഴുതിയത്? 1/2 × -3 sin x + cos x പ്ലസ് 1/2 × 3 cos x + sin x ഡിവൈഡ് ബൈ 3 cos x + sin x. നിങ്ങളതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 1/2. ഈ ഫംഗ്ഷനും ബന്ധമല്ലേ? താഴെയുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് മോളിൽ കിടക്കുന്നത്. അപ്പോൾ എന്ത് എഴുതാം? 1/2 log 3 cos x + sin x പ്ലസ് ഇവിടെ എന്ത് ചെയ്തു? ഇത് കട്ടായി പോയി 1/2x. ഇനി ശ്രദ്ധിക്കാം, ഈ 1/2x എന്തിന് ഈക്വലാണ്? 1/2 ആൽഫ x = 1/2. അപ്പോൾ നമുക്ക് ആൽഫേൻ്റെ വാല്യൂ എന്ത് കിട്ടി? 1 കിട്ടി. ഇനി
1/2 log 3 cos x പ്ലസ് സൈൻ എക്സ് അല്ലേ. 3 എന്ന് വെച്ചാൽ ഗാമയും ബീറ്റ എന്ന് വെച്ചാൽ 1ഉം. കണ്ടുപിടിക്കേണ്ടത് ആൽഫ പ്ലസ് ഗാമ ബൈ ബീറ്റ. ഇവിടെ ആൽഫ എത്രയാണ്? 1 പ്ലസ് 3/1. എത്ര ആൻസർ കിട്ടും നോക്ക് മക്കളെ? 4 ഈസ് ദ കറക്റ്റ് ആൻസർ. എല്ലാവരും ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The parabola y square equal to 4x divides the area of the circle s square plus y square is equal to 5 in two parts. The area of the smaller parts. അല്ലേ? ഈ ഒരു പോർഷൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊരു NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആദ്യം കണ്ടുപിടിക്കണം. എസ് സ്ക്വയർ വൈൻ്റെ വാല്യൂ നമ്മൾ 4x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എസ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 is equal to 0. എക്സ് 1 വരുമല്ലോ. യെസ്. അപ്പോൾ C2 ടൈംസ് 0 മുതൽ 1 വരെ എന്താണ്? ഏരിയ ഓഫ് ദി പരാബോള പ്ലസ് 1 മുതൽ √5 വരെ ഏരിയ ഓഫ് ദി സർക്കിളിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ 2 പുറത്തെടുത്ത് അല്ലേ? 2 ഇവിടെ വെച്ച് ഇൻ്റഗ്രൽ √x എന്താണ്? 2/3 x√x. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. നിങ്ങൾക്കറിയാം ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ/2 സൈൻ ഇൻവേഴ്സ് x/a. ആ റിസൾട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്തു. അപ്പർ ലിമിറ്റ് √5, ലോവർ ലിമിറ്റ് 1. ദെൻ സിംപ്ലിഫൈ. ദ വാല്യൂ ഈസ് നോക്കാം 2/3 5π/2 മൈനസ് 5 സൈൻ ഇൻവേഴ്സ് 1/√5. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് ശ്രദ്ധിച്ചോളെ. കോസ് തീറ്റ ഇൻറ്റു കോസ് 60 മൈനസ് തീറ്റ കോസ് 60 പ്ലസ് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8. തീറ്റ ബിലോങ്സ് ടു 0 to π. Then the sum of all theta belongs to 0 to π where cos 3 theta attains എന്താണ് പറയുന്നത്? മാക്സിമം വാല്യൂ ഈസ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമ്മൾ ക്ലാസ് പറഞ്ഞതാണ്. കോസ് തീറ്റ കോസ് 60 മൈനസ് തീറ്റ കോസ് 60 പ്ലസ് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8. ഇതെന്തെന്ന് റിസൾട്ട്? 1/4 കോസ് 3 തീറ്റ. അത് ലെസ് ദാൻ 1/8 കോസ് 3 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. അപ്പോൾ കോസ് 3 തീറ്റ 1/2. ഈ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. കോസ് എക്സ് ഇക്വൽ ടു കോസ് വൈ, എക്സ് ഇസ് ഇക്വൽ ടു 2n ബൈ പ്ലസ് ഓർ മൈനസ് വൈ. ഇതിൽ നമുക്ക് 3 തീറ്റ ഇക്വൽ ടു 2n ബൈ പ്ലസ് ഓർ മൈനസ് π/3. എന്നിന് 0 കൊടുത്താൽ π/9. n 1 കൊടുക്കുമ്പോൾ 2 വാല്യൂസ്, n 2 കൊടുക്കുമ്പോൾ 2 വാല്യൂസ്, n 3 കൊടുത്താൽ 17 π/9. 3 പ്ലസിൻ്റെ കേസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 2πൻ്റെ മുകളിൽ പോകും. ഇതെല്ലാം കൂടി നമ്മൾ സമ്മ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുക? 54 π/9. ഫൈനൽ ആൻസർ ഈസ് എത്രയാണ് വരുന്നത് നോക്ക് മക്കളെ? 6π. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ a(x³ പ്ലസ് b(s² പ്ലസ് c(x പ്ലസ് 41). എഫ് ഓഫ് 1 40 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? a പ്ലസ് ബി പ്ലസ് സി പ്ലസ് 41 = 40. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എത്ര വരിക? -1. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എഴുതി. ഇനി നമ്മൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. 3a(s² പ്ലസ് 2bx പ്ലസ് സി എഫ് ഡാഷ് ഓഫ് എക്സ്. ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് എഫ് ഡാഷ് ഓഫ് 1 = 2 ആണ്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ കിട്ടും 3a പ്ലസ് 2b പ്ലസ് സി = 2. അടുത്തത് എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 = 4 ആണ്. അപ്പോൾ എന്താ വരിക? 6ax പ്ലസ് 2b എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. 1 കൊടുത്താൽ 6a പ്ലസ് 2b = 4, 3a പ്ലസ് b = 2. അപ്പോൾ സോൾവ് ചെയ്യാം. 2ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 2, 3a മൈനസ് a 2a, 2b നിന്ന് b പോയാൽ b, 3 ഇക്വേഷൻ നമ്പർ അല്ലേ 4 വേണമെങ്കിൽ കൊടുക്കാം. ഈ ഇക്വേഷൻ നമ്പർ എന്ത് ചെയ്യണം? 3a പ്ലസ് b 1 എടുത്ത് എഴുതി അല്ലേ? 3 എടുത്ത് എഴുതാം. ഇത് സോൾവ് ചെയ്താൽ എൻ്റെ വാല്യൂ -1, ബിൻ്റെ വാല്യൂ 5, സിൻ്റെ വാല്യൂ -5. എന്താണ് ചോദിച്ചത്?
a square plus b square plus c square 1 plus 25 plus 25. Final answer is 51. Clear? അടുത്ത question. The coefficient of x raised to 70 എന്താണ്? ഒരു ബൈനോമിയലിലെ ടേമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഓരോ ടേമും നോക്ക്. ഇത് ഏത് പ്രോഗ്രഷനാണ്? ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ? ഒരു ജി പിയുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എസ് എൻ ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു എൻ ഡിവൈഡ് ബൈ 1 മൈനസ് ആർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ടേം എന്ത് ചെയ്താം? എസ് സ്ക്വയർ 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു 98 ഡിവൈഡ് ഇൻറ്റു 1 മൈനസ് ആർ. എത്ര വരിക? എക്സ് റൈസ് ടു, ഇവിടെ നമുക്കറിയാം എൻ എന്ന് പറയുന്നത് എത്ര വരിക? 98ഉം 46ഉം. അപ്പോൾ എത്ര നമ്പർ ഉണ്ടാവും? 53 ടേംസ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്ര വരും നോക്ക്. സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു 53 ഡിവൈഡ് ബൈ 1 മൈനസ് ആർ 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അവിടെ എന്താ വരിക? 1 പ്ലസ് എക്സ് മൈനസ് എക്സ് ബൈ ആ എക്സ് എക്സ് ക്യാൻസൽ ചെയ്തു. 1 പ്ലസ് എക്സ് എന്തോ ഒന്ന് ന്യൂമറേറ്ററിലേക്ക് പോയി. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എസ് സ്ക്വയർ ഇത് ക്യാൻസൽ ആവും. 1 പ്ലസ് എക്സ് ഓൾ റേഷൻ 99ഉം 98ഉം 1 പ്ലസ് എക്സ് ഇൻറ്റു ചെയ്താൽ 1 പ്ലസ് എക്സ് ഓൾ റേഷൻ 99. ഇതിങ്ങോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എക്സ് റേസ് ടു 55 ഇൻറ്റു 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 46. ഇവിടെ ചോദിച്ചിട്ടുണ്ട് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 70 ആണ്. അപ്പോൾ എത്ര വരിക? ഇവിടെ ഓൾറെഡി എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ എത്ര മതി? 68 പോലെ 19 സി 68. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് 70 അല്ല, ഇവിടെ 55 ഉണ്ട്. ബാക്കി എത്ര വേണ്ടി വരും? ഇതിൽ 15 46 സി 15. അപ്പോൾ നമുക്ക് മനസ്സിലായി പിൻ്റെ വാല്യൂ എത്ര വരിക? പി ഇസ് ഈക്വൽ ടു 68, ക്യൂവിൻ്റെ വാല്യൂ 15. ഇത് ആഡ് ചെയ്യാം. 8ഉം 5ഉം അല്ലേ? എത്ര വരും? 3. 83 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ശ്രദ്ധിച്ചോളൂ അടുത്ത ക്വസ്റ്റ്യൻ. എ വേരിയബിൾ ലൈൻ എൽ passes through the point 3,5 and intersect positive coordinate axis the point A and B. The minimum area of triangle OAB where O is the origin. ഇത് ഒറിജിൻ ആണ്. ഒരു ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? y മൈനസ് y1 ഇക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. ഇവിടെ നമുക്ക് എക്സിന് 0 കൊടുക്കാം. അപ്പോൾ വൈൻ്റെ വാല്യൂ 5 മൈനസ് 3m. വൈന് 0 കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ 3 മൈനസ് 5 ബൈ എമ്മും. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഹാഫ് ബി എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ ഡാഷ് നമ്മൾ കണ്ടുപിടിക്കാം. എ ഡാഷ് ഇസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ എത്ര കിട്ടുക? എസ് പ്ലസ് ഓർ മൈനസ് 5/3. ഇവിടെ പോസിറ്റീവ് അല്ലേ? ഇങ്ങനെയാണ് ഡയഗ്രാം എങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും അല്ലേ? എബവ് 90 ഡിഗ്രി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് സെക്കൻഡ് കോണിലേക്ക് കടന്നു മൈനസ് 5/3. ഈ 5/3ൻ്റെ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഏരിയ എത്ര കിട്ടി നമുക്ക്? 30. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ റേ ഓഫ് ലൈറ്റ് പാസസ് ത്രൂ 1,2 ആഫ്റ്റർ റിഫ്ലക്റ്റിംഗ് ഓൺ എക്സ് ആക്സിസ് അറ്റ് പോയിന്റ് Q passes through R 3,4 if S H, K is such that PQRS is parallelogram. Then the find the value of HK square ആണ്. അപ്പോൾ 1,2 ഇവിടെ എത്തി. ഇൻ്റർസെക്റ്റ് ചെയ്ത് ക്യൂവിൽ ആറിൽ അത് റിഫ്ലക്റ്റ് ചെയ്തു. ഈ പോയിന്റ് x,0. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് എത്ര വരും നോക്കി? മിഡ് പോയിന്റ് അല്ലേ? 3 + 1 ഡിവൈഡ് ബൈ 2. 2,4 + 2 6. അപ്പോൾ 2,3 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. കെ കണ്ടുപിടിക്കാൻ എന്താ പരിപാടി? യെസ്, കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം. 2 + 4 എത്ര? 6 - 0. അപ്പോൾ h,6. ഇനി ശ്രദ്ധിക്കാം, ഇത് 1,2ൻ്റെ റിഫ്ലക്ഷൻ 1,-2 അല്ലേ? ഇതൊരു ലൈൻ അല്ലേ? ഇപ്പോൾ സ്ലോപ്പ് ഓഫ് പി ഡാഷ് ക്യൂ എന്തിന് സെയിം ആണ്? സ്ലോപ്പ് ഓഫ് ക്യു ആറിന് സെയിം ആണ്. അത് സോൾവ് ചെയ്താൽ എച്ചിൻ്റെ വാല്യൂ കിട്ടി 7/3. ചോദിച്ചത് HK² ആണ്. 7/3 ഇൻറ്റു എത്ര വരിക? 36. ഓക്കെ ആണല്ലോ? HK². K 6 അല്ലേ? അപ്പോൾ 36 കിട്ടും. 7/3 എത്ര വരിക? 12 അല്ലേ വരിക? യെസ്, 84 ഈസ് ദ കറക്റ്റ് ആൻസർ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് മൈനസ് 5x dy = 0. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഏത് ഫോമിൽ വന്ന് നോക്ക്, 5 dy ബൈ ഡി എക്സ് എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് വൈ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ എന്താ ചെയ്യൽ, പുട്ട് y = vx. അപ്പോൾ dy ബൈ ഡി എക്സ് = v × 1 പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൈറ്റ് സൈഡിൽ എന്തായിട്ട് മാറി, മുറിച്ച് എഴുതിയാൽ എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ എക്സ് വി പ്ലസ് 1 ബൈ വി. അപ്പോൾ 5x ഡി വി ബൈ ഡി എക്സ് 1 ബൈ വി മൈനസ് 4v. 5v അപ്പുറം പോയാൽ വി അപ്പുറം ഉണ്ട്, മൈനസ് 4v ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ ഇത് ഏത് ഫോമായി, വേരിയബിൾ സെപ്പറബിൾ ഫോമായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡെറിവേറ്റീവ് കണക്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം, ഒരു -8 കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് മോൾ കിടക്കുന്നത്. 5 log 1 മൈനസ് അല്ലേ, 5 log 1 മൈനസ് 4v². വീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, -8 log x. ഇനി നമുക്കറിയാം സി കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് 1 ആണ്, വൈ 0 ആണ്. അപ്പോൾ സീൻ്റെ വാല്യൂ എത്ര കിട്ടും, നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുമല്ലോ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 log ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു s² - 4y². 5 log s² = -8 log x. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതാ ഒരു ഓപ്ഷന് നോക്കുക, s² - 4y² raised to 5 അല്ലേ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നോക്കുക, ടെട്രാഹെഡ്രൽ ഡൈസ് ഹാവിങ് ഔട്ട്കംസ് ഏതാണ്, 1 2 3 4. ആസ് 3 ഔട്ട്കംസ് a, b, c which are visible, the probability that as² plus bx plus has a real roots. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് റിയൽ റൂട്ട്സ് ഉണ്ടാവണമെങ്കിൽ b² - 4ac എന്തായിരിക്കണം, >= 0. അപ്പോൾ ഏതൊക്കെ പോസിബിളായ കേസുണ്ട് നിങ്ങൾ നോക്ക്. ഈ 6 കേസിൽ ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ എത്ര വരിക, 4 എലിമെൻറ്റ്സ് ഉണ്ട്. 6/4 factorial 1/4, that is m n are co-prime, that is m is equal to 1, n is equal to 4, 1 plus 4 is equal to 5 is the correct answer. ഇനി നോക്കാം അടുത്ത്, എ ബി സി ആർ ദി വെക്ടേഴ്സ് അല്ലേ, ഗിവൺ ബൈ എ is equal to alpha I plus 4j plus 5k, b vector is equal to 2i plus 5j plus sk, c is equal to vector a plus b, magnitude of c is equal to magnitude of a minus b. അങ്ങനെയാണെങ്കിൽ സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക a plus b. ഇവിടെ ഇത് സോൾവ് ചെയ്ത് എന്താ കിട്ടുക, വെക്ടർ എ ബി = 0 കിട്ടിയില്ലേ. എ ബി = 0 ആണെങ്കിൽ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫേൻ്റെ വാല്യൂ ഫസ്റ്റ് ആൻസർ കിട്ടിയില്ലേ, -25. c² = a plus b whole square അല്ലേ, mod a² plus mod b² plus 2ab ഒക്കെ വെക്ടറാണ്. അപ്പോൾ എ ബി 0 അല്ലേ, അപ്പോൾ mod a² എത്ര കിട്ടുക, α² പ്ലസ് ഇതിൻ്റെ 16, ഇത് 25, ഇത് 4 25 36, എ ബി 0. സമ്മ് ചെയ്യുമ്പോൾ എത്ര നമുക്ക് ആൻസർ കിട്ടുക, 731. അടുത്ത ക്വസ്റ്റ്യൻ, സെറ്റ് എന്ന് പറയുന്നത് mod z - 1 less than or equal to 1. Center is 1, 0. Radius is 1. 1, 0. Radius 1. ഈ പോയിന്റ് 0 0 അല്ലേ. ഇനി mod z - 5y less than or equal to mod z - 5. ഇത് സോൾവ് ചെയ്യുമ്പോൾ x less than or equal to y, x is equal to y, ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടി. ഈ പോയിന്റ് 0 0, ഈ പോയിന്റ് 1 1 എന്താ ചോദിച്ചത്, യെസ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ ഒരു പോർഷനിൽ ഇൻഡിജർ നമുക്ക് എടുക്കുക, എയും ബി ഏതൊക്കെ വരിക, ഒന്ന് 0 + 0 ആയി, ഒന്ന് 1 + 1 ആയി. അപ്പം അതിൻ്റെ മോഡൽസ് വാല്യൂ ഒന്ന് 0, അതിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സിൽ 0² √2². എത്ര കിട്ടുക ആൻസർ 2. നോക്കുക നെക്സ്റ്റ് വൺ, ദ റിമൈൻഡർ വെൻ 428 all raised to 2024. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യമാണ്. ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരും. ഡിവിസിബിൾ ബൈ എത്രയാണ് അല്ലേ, ഡിവൈഡർ ബൈ എത്രയാണ്, 21. 428ന് 420 + 8 all raised to 2024 എഴുതി കൂടെ. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എന്താണ് വരെ നോക്ക്, 420 + 8. അപ്പോൾ എന്തായാലും 420ൽ 21 പോകുമല്ലോ, ബാക്കി 8 അല്ലേ, 8 raised to 2024. ഇത് നമുക്ക് 8² എഴുതി കൂടെ. 8² എങ്ങനെ എഴുതാം, 63 + 1. അപ്പോൾ എത്ര ബാക്കി വരെ നോക്ക്, 1 അല്ലേ. എത്ര കിട്ടുക ആൻസർ, റിമൈൻഡർ ഈസ് 1. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഇന്ന് കഴിഞ്ഞ സെക്ഷൻ 2ലെ ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ചോളി. ഷിഫ്റ്റ് 2
വേരിയൻസ് ഓഫ് ദി ഫോളോയിങ് ഒബ്സർവേഷൻ ഈസ് 160 ആണ്. എന്താ വേരിയൻസിൻ്റെ ഫോർമുല? സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ ഇസ് ഇക്വൽ ടു 160. അപ്പോൾ എക്സ് ബാർ എന്താ കിട്ടുക? സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ എൻ അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി സം ചെയ്തൊക്കെ അല്ലേ ഇൻറ്റു ചെയ്യണം. 2c അല്ലേ, 3c 4c 5c 6c 22c ബൈ 7 ആണ് എക്സ് ബാർ. ഓരോ എക്സ് ഒന്ന് എക്സ് ബാർ മൈനസ് ചെയ്യണം അല്ലേ. എഫ് 2 ഇൻറ്റു c മൈനസ് 22c ബൈ 7 ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 7 160. c സ്ക്വയർ ഈസ് ഔട്ട് സൈഡ്. അപ്പോൾ എത്ര കിട്ടുക? 2 ഇൻറ്റു 225 64 400. ഈ 7 അങ്ങോട്ട് പോയി, 7 സ്ക്വയർ അങ്ങോട്ട് പോയി. അപ്പോൾ c സ്ക്വയർ ഇൻറ്റു 1120 16 ഇത് രണ്ടും ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടുക? കട്ടായി പോയില്ലേ? അപ്പോൾ c സ്ക്വയർ ഇസ് ഇക്വൽ ടു 7 സ്ക്വയർ, c ഇസ് ഇക്വൽ ടു 7. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, z minus 2i divided by z plus 2i is purely imaginary. Then find the maximum value of z plus 8 plus 6i. അപ്പോൾ ആർഗ്യുമെൻറ്റ് ഓഫ് z minus 2i by z plus 2i എത്ര ചെയ്ത് നമുക്ക് പ്ലസ് ഓർ മൈനസ് 5/2 കാരണം പിക്ചർ ഇങ്ങനെ വരും. നോക്ക്, ഇത് 0,2i 0, മൈനസ് 2i. ഇത് എത്ര ഡിഗ്രി വരിക? യെസ് 90 ഡിഗ്രി. സംശയമൊന്നുമില്ലല്ലോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇത് റേഡിയസ് അല്ലേ വരെ നമുക്ക് 2 അല്ലേ കിട്ടുന്നത്. നോക്കില്ലേ, ഒരു സർക്കിൾ നമ്മളിങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് 2 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് റേഡിയസ് അല്ലേ. ഈ പോയിന്റ് എത്ര വരിക? -8 6i. അപ്പോൾ ടോട്ടൽ മാക്സിമം ഡിസ്റ്റൻസ് അല്ലേ പറഞ്ഞത്? -8 6 സെൻറ്ററിലേക്ക് എത്ര കിട്ടും നമുക്ക്? 10. ഈ ഡിസ്റ്റൻസ് 2 അല്ലേ. 10 + 2 = 12 ഈസ് ദ ആൻസർ. ലിമിറ്റ് x → 0 e - 1 + 2x all raised to 1/2x by x അല്ലേ. ലിമിറ്റ് x → 0 ഇതിൽ എന്ത് ചെയ്യാം? ഈ മൈനസ് ഇതിന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. e raised to 1/2x log 1 + 2x എഴുതി കൂടെ അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റി എഴുതി, റീഅറേഞ്ച്മെൻറ്റ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടേമിന് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് പുറത്തെടുത്ത് ചെയ്തല്ലേ. മൈനസ് ഈ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ലിമിറ്റ് x → 0 e raised to 1/2x log 1 + 2x - 1 all divided by x. ഇതിലെന്താ ചെയ്യേണ്ടത്? മൈനസ് അവിടെ ഉണ്ട്, ലിമിറ്റ് അവിടെ ഉണ്ട്. e raised to x - 1/x 1 അല്ലേ. ആ ഫോമിലേക്ക് മാറ്റാൻ 1/2x log 1 + 2x - 1 ഫോം ചെയ്തു. അതോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്യണം ബൈ എക്സ് ഇവിടെ ടേം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ടേം എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. മൈനസ് ഈ പുറത്തുണ്ട്. ലിമിറ്റ് x → 0 log 1 + 2x - 2x/2x². ലോഗിൻ്റെ എക്സ്പാൻഷൻ log 1 + x എന്താണ്? x - s²/2 എക്സിട്ര വരും. ഇവിടെ ബാക്കി എന്തുണ്ട്? -2x ഉണ്ട്. ഇതും ക്യാൻസൽ ചെയ്തു. ബാക്കി എത്ര വരും നോക്ക്? മൈനസ് പ്ലസ് ആവും. 4s²/2 2s². ദാറ്റ് ഈസ് എത്ര വരിക? s², പോയി -1. അപ്പോൾ ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടി മക്കളെ? ഈ ഈസ് ദ കറക്റ്റ് ആൻസർ. സംശയമൊന്നുമില്ലല്ലോ. ഈ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 4s²/2 ഇവിടെ എത്രയുള്ള 2s². ക്യാൻസൽ ചെയ്താൽ -1 -e × -1 എത്ര കിട്ടുക? e. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x raised to 2/3 plus 1/2 x raised to -2/5 all raised to 9. Find the sum of the coefficient of x raised to 2/3 and x raised to -2/5. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? TR + 1 എഴുതണം. എന്താണ് TR + 1? 9CR x raised to 2/3 all raised to 9 - r 1/2x അല്ലേ -2/5 all raised to r. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്തി. കോയിഫിഷ്യൻ്റ് ഓഫ് x raised to 2/3 അല്ലേ. ഡിപ്പെൻഡ് അപ്പോൺ r = 5. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 9c5 1/2 all raised to 5 ആണ് കോയിഫിഷ്യൻ്റ് ഓഫ് x raised to 2/3. r = 6 കൊടുക്കാം. അപ്പോൾ 9c6 1/2 all raised to 6. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5.25 കിട്ടും. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യം ഇതാണ്. ലിമിറ്റ് x → π/2. മെമ്മറി ബേസിലാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ എക്സിൻ്റെ പവർ 1/3 ഉണ്ട്. ഇവിടെ എക്സിൻ്റെ പവർ 1/3 ഉണ്ട്. ലിമിറ്റ് x → π/2 ഇൻ്റഗ്രൽ s³ π/2 all cube sin 2x raised to 1/3 plus cos x raised to 1/3 x minus π/2 all square ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഡയറക്റ്റ് എക്സിന് π/2 കൊടുത്താൽ ഇത് ഏത് ഫോമിലാണ് വരിക? 0/0 ഫോമിലാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാം? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞ ഷിഫ്റ്റിനും ചോദിച്ചാൽ അതേ റിപ്പീറ്റേഷനാണ്. അപ്പോൾ മൈനസ് ലോവർ ലിമിറ്റ് എത്രയാണ്? അപ്പർ ലിമിറ്റ് π/2 all cube അല്ലേ 0 മൈനസ് ലിമിറ്റ് x → π/2 എന്താ വരിക? 3s²
സൈൻ 2x റേസ് ടു 1 എക്സ് ക്യൂബ് കൊടുത്താൽ എത്ര വരിക എക്സ് ക്യൂബും ഓൾ റേസ് ടു 1/3. അപ്പോൾ സൈൻ 2x പ്ലസ് കോസ് എക്സ് 2 ഇൻറ്റു എക്സ് മൈനസ് 5/2. ലിമിറ്റ് എക്സ്റ്റെൻസ് 5/2 6x. വീണ്ടും ഏതാണ് 0 ഫോമിൽ. എഗെയിൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അല്ലേ, ഇത് ഫസ്റ്റ് ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ 6x പ്ലസ് 3x² ഇൻറ്റു 2 cos 2x മൈനസ് സൈൻ എക്സ്. ഈ എക്സ് എന്തിലേക്ക് പോവാണ് 5/2. അപ്പോൾ ഇത് 0 വരും. അതുപോലെ അല്ലേ ഇതും എന്താ വരും നോക്ക് സൈൻ 2 ഇൻറ്റു 5/2 0 വരും. അപ്പോൾ അതിന് ബാക്കി -6 π/2 3 π²/4 -2 -1. ഫൈനൽ ആൻസർ ഈസ് 9 π²/8. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. മെയിനായിട്ട് ചോദിച്ചത് നമ്മൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഇത് നമുക്കറിയാം ക്ലാസ്സിൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. 2 sin inverse x plus 3 cos inverse x 7 π/5. Find the number of real solution of the equation. 2 sin inverse x plus 2 cos inverse x plus cos inverse x 7 π/5. നമുക്കറിയാം 2 cos inverse x 2 ഇൻറ്റു π/2 പ്ലസ് cos inverse x 7 π/5. അപ്പോൾ എന്താ കിട്ടുക ഈ 2 ക്യാൻസൽ ചെയ്ത് പൈ അപ്പുറം കൊണ്ടുപോയി cos inverse x എത്ര കിട്ടുക 2 π/7 cos 2 π/7. ഈ എക്സ് എത്ര വരും നോക്ക് അല്ലേ 72 ഡിഗ്രിയാണ് cos 72. അതിൻ്റെ വാല്യൂ ഒന്നിലുണ്ടാവുള്ളൂ. അപ്പോൾ 1 സൊല്യൂഷൻ നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ. ഇനി നോക്കാം ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ചോളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ -1 to 2 log x പ്ലസ് √1 + a². ഈ ഒരു ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കാം, ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ് ഡെഫിനിഷൻ ഓഫ് ഓഡ് ഫംഗ്ഷൻ? f of -x is equal to -f of x. f of x നമ്മൾ പഠിച്ചിട്ടുണ്ട് log x plus √1 + a². f of -x log √1 + a². ഇത് ആഡ് ചെയ്യുന്ന റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഓഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻ്റഗ്രൽ -1 to 1 f of x ഓഡ് ആണെങ്കിൽ 0 അല്ലേ? യെസ്. ഇനി 1 to 2 log x plus √1 + a². ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗരിതമിക് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ അപ്ലൈ ചെയ്യും? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഓൾ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ എക്സ് ലോഗ് എക്സ് പ്ലസ് √1 + a². ഇവിടെ നമുക്കറിയാം ഡെറിവേറ്റീവ് പഠിച്ചതാണ്. ഈ ടേം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവുക x/√1 + s². ഇൻ്റഗ്രൽ x/√1 + a² എന്താണ്? താഴെയുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ ഒരു 1/2 നമ്മൾ ചേർക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ 2 ചേർക്കാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ 1/2 × 2 ക്യാൻസൽ ചെയ്യും. അപ്പോൾ √1 + a². ലോവർ ലിമിറ്റ് 1 അപ്പർ ലിമിറ്റ് 2. ആദ്യം 2 കൊടുത്താൽ 2 log 2 + √5 മൈനസ് log 1 + √2. ഇവിടെ 2 കൊടുത്താൽ 1 + 2² √5 1 കൊടുത്താൽ ഇത് നമ്മൾ എന്ത് ചെയ്യുക സിംപ്ലിഫൈ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഓപ്ഷൻ അനുസരിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു എക്സാമാണ് ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായി നടന്നത്. കമ്പാരിറ്റീവ്ലി മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് ചെയ്താലും നല്ലൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിൽ പ്രതീക്ഷിക്കാം. കാരണം ടൈമിംഗ് അല്ലേ നമുക്കറിയാം ലാസ്റ്റ് 1 മണിക്കൂറൊക്കെ മാത്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യനെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അത്രയും ടൈമിൽ നമുക്കുള്ള ലെങ്തി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് പെർസെൻറ്റേജ് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ കെമിസ്ട്രി സെക്ഷനുമായിട്ട് മാഷ് വരുന്നതാണ്. ഓക്കെ. എടാ ഇത് ലോഡഡ് അല്ലല്ലോ, ഇതിൻ്റെ നേരെ താഴണ്ടല്ലേ. ആ ശരി, സ്റ്റാർട്ട് ചെയ്യല്ലേ. ഓഡിയോ റെഡി ആയിരിക്കില്ലേ?
ഹായ്. അപ്പോൾ പെരുന്നാളൊക്കെ ആയി, നമ്മളിവിടെ ഇരിക്കുകയാണല്ലേ. പിന്നെ എക്സാമും കഴിഞ്ഞു. എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ പൊതുവെ ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇന്നലെ എക്സാം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഇന്ന് എക്സാം എഴുതുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടണം എന്നാണ്. ആ രീതിയിലായിരുന്നു നമ്മൾ ഷോർട്ട് ടൈമിൽ കാര്യങ്ങൾ പറഞ്ഞു പോയത്. അപ്പോൾ ഇന്ന് ഡിസ്കഷൻ നോക്കുന്ന സമയത്ത് ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ഇനി ആർക്കും ഉപകാരപ്പെടാനൊന്നുമില്ല. നാളെ എക്സാം ഇല്ല, ഇനി ഈ അടുത്തൊന്നും എക്സാം ഇല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നെയും അനലൈസ് ചെയ്യുന്നത്, ഒന്ന് ഇപ്പോൾ +1 +2 ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. രണ്ട്, ചില ആളുകൾക്കെങ്കിലും ക്യൂരിയോസിറ്റി ഉണ്ടാവും, എവർക്ക് എന്താണ് ചോദ്യം വന്നത്, എവർക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരുന്നോ, ആ ക്വസ്റ്റ്യൻസ് എനിക്കാണ് വന്നിരുന്നതെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു, അങ്ങനെയൊക്കെ നോക്കാമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുമല്ല, നിങ്ങൾക്ക് ഓൾറെഡി നമുക്കറിയാം 10-100 പേര് ഇപ്പോൾ ഓൾറെഡി അഡ്വാൻസിന് ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അഡ്വാൻസിന് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ IIT-യുടെ എക്സാം എഴുതണം. അപ്പോൾ IIT-യുടെ എക്സാം എഴുതുന്ന സമയത്ത് NCERT ആയിരിക്കില്ല, സിലബസും കാര്യങ്ങളൊക്കെ NCERT ആയിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടിയും NCERT-യിൽ നിന്നും ഒന്ന് മുകളിൽ പോയിട്ട് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് എഴുതേണ്ട എക്സാമാണ് IIT അഡ്വാൻസിൻ്റെ എക്സാം വരിക. അപ്പോൾ നിങ്ങൾ NCERT പക്ക ആയിരിക്കണം, എന്നാലേ അഡ്വാൻസിൻ്റെ എക്സാമിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അറിയണം. അപ്പം ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഇന്നലെ ഇതേ ക്വസ്റ്റ്യൻ, സിമിലർ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ ക്വസ്റ്റ്യൻ കണ്ട ആളുകൾക്ക് ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ കിട്ടേണ്ടതാണ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എനിക്കൊന്ന് ഇന്നലെ നമ്മൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും രണ്ടിലും ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 2 മെത്തേഡ് കെമിസ്ട്രിയിലും വേറെ മെത്തേഡ് ഫിസിക്സിലും, 3 മെത്തേഡിൽ നമ്മളിത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ആ വീഡിയോ കണ്ട ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റേണ്ടതാണ്, പറ്റിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് നോക്കിയേ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലാംഡ =h/√2m കൈനറ്റിക് എനർജി എന്നായിരുന്നു. ഈ ഇക്വേഷൻ ആയിരുന്നു നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചത് വേവ് ലെങ്ത് ആണ്. പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, എല്ലാവരുടെയും കൈനറ്റിക് എനർജി സെയിം ആണ്. ഇന്നലെ വേവ് ലെങ്ത് സെയിം എന്നാണ് അവർ പറഞ്ഞത്, ഇന്ന് കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പോൾ സെയിം സ്ഥലത്ത് നിന്ന് അവർ 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ H കോൺസ്റ്റന്റ് ആണ്, എല്ലാവർക്കും കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വേവ് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √m എന്ന് പറയാം. അതായത് മാസ് കൂടിയ വേവ് ലെങ്ത് കുറയും. ആർക്കാണോ മാസ് കൂടുതൽ, ആൽഫ പാർട്ടിക്കിളാണ് മാസ് കൂടുതൽ, പിന്നെ പ്രോട്ടോൺ, പിന്നെ ഇലക്ട്രോൺ. അപ്പം മാസ് കൂടുതൽ ആർക്കാണോ അവർക്ക് എന്തായിരിക്കും, വേവ് ലെങ്ത് കുറവായിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നലെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗം കാണാത്തവരാണെങ്കിൽ അത് റെഫർ ചെയ്യാം. അപ്പം നിങ്ങളോട് ഇനി മാസ് കോൺസ്റ്റന്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ലാംഡയും കൈനറ്റിക് എനർജിയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിരിക്കും. ഇനി നിങ്ങളോട് ലാംഡ കോൺസ്റ്റന്റ് ആണെന്ന് പറയുകയാണെങ്കിൽ മാസും കൈനറ്റിക് എനർജിയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റണം. ശരി, അടുത്തത് കെമിക്കൽ ബോണ്ടിലെ ക്വസ്റ്റ്യൻ ആണ്, കോമ്പൗണ്ട് വിത്ത് sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ പിന്നെ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഈവൻ +1-ലാണെങ്കിലും sp2 ഹൈബ്രിഡൈസേഷൻ പഠിക്കുക ഈ കോമ്പൗണ്ട് വെച്ചിട്ടാണ്, BF3 വെച്ചിട്ടാണ് sp2 ഹൈബ്രിഡൈസേഷൻ പഠിക്കുക. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ 3 ബോണ്ട് പെയർ ഉണ്ടാവും, ലോൺ പെയർ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മൊത്തത്തിൽ 3 ആണ്. അപ്പോൾ നമ്മൾ 3 ഓർബിറ്റൽ ഉപയോഗിക്കണം, ഒരു എസും 2 പിയും, sp2 ഹൈബ്രിഡൈസേഷൻ ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർബിറ്റൽ ഹാസ് ഹയസ്റ്റ് എനർജി. അപ്പോൾ ഈ ചോദ്യം ഹൈഡ്രജൻ ആറ്റമാണോ അല്ല ജനറൽ മൾട്ടി ഇലക്ട്രോണിക് സിസ്റ്റം ആണോ എന്നുള്ളത് ക്ലാരിറ്റി ഇല്ല. മൾട്ടി ഇലക്ട്രോണിക് സിസ്റ്റം ആകാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എനർജി ഇതുപോലെ എന്നും എല്ലും തന്ന എനർജി എങ്ങനെ പറയും, നമ്മൾ n+l റൂള് നോക്കും. ഇനി n+l റൂള് സെയിം ആണെങ്കിലോ, അപ്പം എനിക്കിപ്പോൾ l+l റൂള് നോക്കുന്ന സമയത്ത് ഇവിടെയും 6 ആണ്, ഇവിടെയും 6 ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ n+l റൂൾ സെയിം അങ്ങനെയാണെങ്കിലോ, ഈ n+l റൂൾ സെയിം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹയസ്റ്റ് എന്നിന് ഹയസ്റ്റ് എനർജി എന്ന് പറയും, ഹയസ്റ്റ് എന്നിന് ഹയർ എനർജി. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ മിസ്സിംഗ് ആണ്, ഡി ഇല്ല. അപ്പോൾ അതുകൊണ്ട് എക്സാക്ട്ലി ആൻസർ ഏതാണെന്ന് അറിയില്ല. ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എ പറയാം, ഹയസ്റ്റ് n+l 4ഉം 2ഉം 6 വരുന്നത്, അതിൽ n കൂടിയ ആൾക്ക് എന്ത് വരും, ഹയസ്റ്റ് എനർജി വരും. അടുത്ത ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രി ആണ്. അസിഡിറ്റിയുടെ ഓർഡറാണ് ചോദിക്കുന്നത്.
അപ്പോൾ അസിഡിറ്റിയുടെ ഓർഡർ ഫിനോൾ കേസ് ഫിനോളാണ്. ഫിനോൾ എച്ച് പ്ലസിന് വിട്ടുകൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും ഫിനോൾ സിസ്റ്റം മുകളിലുണ്ട്. ഇനി ഇവിടെയുള്ള സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ എഫക്റ്റാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 2 പേര് പാരയിലും 2 പേര് മെറ്റയിലുമാണ് സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ എന്ത് ചെയ്യും? ഇൻക്രീസസ് അസിഡിറ്റി ഓഫ് ഫിനോൾ. ഫിനോളിൻ്റെ അസിഡിറ്റി ആര് ഇൻക്രീസ് ചെയ്യും? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഐദർ ബൈ റെസനൻസ് ഓർ ബൈ ഇൻഡക്റ്റീവ് എഫക്റ്റ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കിതാ NO2 സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അവർ പാരാ പൊസിഷനിലാണുള്ളത്. പാരയിൽ നിന്ന് നന്നായിട്ട് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് പാരാ പൊസിഷൻ. അപ്പം 3 ബെറ്റർ ഓപ്ഷൻ വരിക. ഇവിടെയുള്ളത് മെറ്റയിലാണ്. മെറ്റ അത്ര പോരാ, ഓർത്തോയുടെ അത്ര പവർ ആർക്കുണ്ടാവില്ല, മെറ്റയ്ക്ക് ഉണ്ടാവില്ല. അപ്പം 3 ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതോടുകൂടി ആൻസർ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ പറയാം. അപ്പോൾ ഇവിടെ മെറ്റ സെക്കൻഡ് സ്ഥാനത്ത് വരും. എന്തായാലും NO2 ആണല്ലോ. അപ്പോൾ NO2 ഓർത്തോലോ പാരയിലോ വരുമ്പോഴാണ് സ്ട്രോങ്ങസ്റ്റ് എഫക്റ്റ് ഉണ്ടാകുക. ഇനി മെറ്റയിൽ വരികയാണെങ്കിൽ ചെറുതായിട്ടൊരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ 3 കഴിഞ്ഞിട്ട് 5. പിന്നെ എന്നുള്ളത് OCH3 ആണ്. മെറ്റയിൽ ഇവർക്ക് എഫക്റ്റ് ഇല്ല. അപ്പോൾ അവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ്, ചെറിയൊരു ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അവർ കുറച്ച് കുറവായിട്ട് വാല്യൂ വരും. പിന്നെ ഉള്ളത് ഫിനോളാണ്. ഫിനോള് ഓക്കെ. അടുത്തത് OCH3 ആണ്. OCH3 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ എന്ത് ചെയ്യും? അസിഡിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇത് +1 ഭാഗത്ത് വരുന്നതാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. +1 ആൽക്കഹോൾ എന്ന് പറയുന്ന +2 ചാപ്റ്ററിലും വരും. അടുത്ത ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സ് ആണ്. ഈക്വൽ വോളിയം ഓഫ് 1 മോളാർ HCl ആൻഡ് 1 മോളാർ H2SO4 ന്യൂട്രലൈസ്ഡ് ബൈ ഡയലൂട്ട് NaH. അപ്പോൾ HCl ഉണ്ട്, H2SO4 ഉണ്ട്, NaOH ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അങ്ങനെ ആകുമ്പോൾ ഹീറ്റ് റിലീസ് ചെയ്തപ്പോൾ എക്സും വൈയും ആണ് കിട്ടുന്നത്. അപ്പോൾ HCl ഉണ്ട്, NaOH ഉണ്ട്. NaOH നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവർക്ക് എക്സ് എന്ത് കിട്ടി? എനർജി കിട്ടി. ഇനിയോ നമ്മൾ ഇതേപോലെ H2SO4ഉം NaOHും തമ്മിലുള്ള റിയാക്ഷൻ നടത്തിയാൽ വൈ കിട്ടും. അപ്പോൾ എക്സും വൈയും തമ്മിൽ എന്താ ബന്ധം എന്നാണ്. ഇപ്പോൾ ഈക്വൽ വോളിയവും ഈക്വൽ മൊളാരിറ്റിയും ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുകയാണ് ഒരു മോൾ H പ്ലസ് HCl 1 മോൾ H+ ഉണ്ടാവും. അപ്പോൾ 1 മോൾ H+ ഉണ്ടാവും. അതേപോലെ 1 മോൾ NaOH ആവശ്യമുണ്ട്. അപ്പോൾ 1 മോൾ H+ഉം 1 മോൾ OH- കമ്പൈൻ ചെയ്താൽ 1 മോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടും. അതാണ് എക്സ്. ഇനി ഞാൻ 1 മോൾ H2SO4 എടുത്തു എന്ന് വിചാരിക്കുക. അതായത് ഈക്വൽ വോളിയം ഈക്വൽ മൊളാരിറ്റി ആണ്. അപ്പോൾ ഈക്വൽ മോൾസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 മോൾ H2SO4 എടുക്കുമ്പോൾ അവിടെ 2 മോൾ H+ ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. 2 മോൾ H+ ഉണ്ടാവും. അപ്പോൾ 2 മോൾ OH- നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ 2 × H+OH- വരും. അപ്പോൾ ഈ H+OH- ആണെങ്കിൽ നമുക്ക് എക്സ് എന്ന് പറയാമായിരുന്നു. ഇപ്പോൾ 2x = y. അപ്പോൾ എക്സ് എന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y/2, അതായത് ഓപ്ഷൻ ബി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞാണ്, നിങ്ങൾക്ക് ജസ്റ്റ് മൈൻഡിൽ തന്നെ ചെയ്യാം. H+ഉം OH- ചേർന്നാൽ എക്സ്, 2 H+ഉം 2 OH- ചേർന്നാൽ 2x. അപ്പോൾ 2x-നാണ് അവർ y എന്ന് പറയുന്നത്. അപ്പോൾ x = y/2. അത്രയേ ഉള്ളൂ. മൈൻഡിൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നല്ല ക്വസ്റ്റ്യൻ ആണ്. തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ആംബിഡൻഡേറ്റ് ലിഗൻസ് എമോങ് ദ ഫോളോയിങ്. ആംബിഡൻഡേറ്റ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Cn-, SCn-, NO2-. അതായത് ഇവർക്ക് 2 ലിഗൻഡിൽ കൂടിയും 2 ലിഗൻഡ് അല്ല 2 ആറ്റത്ത് കൂടിയും എന്ത് ചെയ്യാം? ഈ ലിഗൻഡുകൾക്ക് ബോണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 3 ഓപ്ഷനും വരും. ഇവരൊന്നും ആംബിഡൻഡേറ്റ് അല്ല. അവർ ബൈഡൻഡേറ്റ് ഒക്കെ ആകുന്നുണ്ട്, പക്ഷെ ആംബിഡൻഡേറ്റ് അല്ല. ആംബിഡൻഡേറ്റ് ആകുമ്പോൾ 2 പേരും ബോണ്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നൈട്രജൻ, ചില കോമ്പൗണ്ടുകളിൽ നൈട്രജനാണ് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുക, ചില കോമ്പൗണ്ടിൽ കാർബൺ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ആംബിഡൻഡേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് Cu2+ തന്നിട്ടുണ്ട്, 3D9 ആണ് കോൺഫിഗറേഷൻ. Cu+ തന്നിട്ടുണ്ട്, 3D10 ആണ് കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും +1 കുട്ടികളാണെങ്കിൽ D ബ്ലോക്ക് പഠിച്ചിട്ടുണ്ടാവില്ല, +2 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ എത്താത്ത സ്ഥിതിക്ക് അവർ വിചാരിക്കുക Cu+ ആയിരിക്കും മോർ സ്റ്റേബിൾ. എന്താ? 3D10 ഉണ്ട്, ഫുൾഫിൽഡ് ആണ്, സ്റ്റേബിൾ ആകേണ്ട ഒരു കോൺഫിഗറേഷനാണ്. അപ്പോൾ Cu+ ആണെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് കോമ്പൗണ്ടുകൾ CuSO4 പോലുള്ള കോമ്പൗണ്ടിനെ കാണാം. അപ്പോൾ CuSO4 സ്റ്റേബിൾ ആണെങ്കിൽ അതിന് Cu2+ അല്ലേ?
അപ്പോൾ Cu2+ ഉണ്ട്, കോമ്പൗണ്ടുകൾ ഉണ്ട്. അപ്പോൾ Cu+ കടന്ന് Cu2+ലേക്ക് കോപ്പർ പോകും. അതിന്റെ റീസൺ ഹൈഡ്രേഷൻ എനർജി ആയിരിക്കും. അപ്പോൾ ഈ D10 കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, ഒരു അയണൈസേഷൻ, ഫർദർ അയണൈസേഷൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനുശേഷം അവർക്കൊരു ലാഭമുണ്ട്, അത് ഹൈഡ്രേഷൻ എനർജിയാണ്. അപ്പം അങ്ങനെ ലാഭം ഉള്ളത് കൊണ്ട് Cu2+ മോർ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഡി ബ്ലോക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടേണ്ടതാണ്. ഡി ബ്ലോക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടേണ്ടതാണ്. അടുത്തത് അറേഞ്ച് ഇൻ ദ ഫോളോയിങ് അമീൻസ് ഇൻ ദ ഡിക്രീസിങ് ഇൻ ദ ഓർഡർ ഓഫ് ബേസിസിറ്റി. ബേസിസിറ്റി പറഞ്ഞാൽ മതി. അപ്പോൾ ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വേണം. ലോൺ പെയർ ഓൺ നൈട്രജൻ. നൈട്രജൻ ആറ്റത്തിൽ ലോൺ പെയർ വേണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ലോൺ പെയർ ഉണ്ട്. ഇനി ഇവിടെയോ, ഇവിടുത്തെ ലോൺ പെയർ ഇവിടെ ഉപയോഗിച്ചു. അതായത് ഈ കോമ്പൗണ്ട് പൈറോൾ എന്ന് പറയുന്നത് അരോമാറ്റിക് ആണ്. അപ്പോൾ ആ ലോൺ പെയർ ഇവിടത്തേക്ക് ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ചാൽ പിന്നെ അവിടെ ലോൺ പെയർ ഇല്ല. അപ്പോൾ ബേസിസിറ്റി കുറവായിരിക്കും, ലെസ് ബേസിക് ആണ്. നൈട്രജനിൽ ഒരു എക്സ്ട്രാ ലോൺ പെയർ ഉണ്ട്, അവർ അരോമാറ്റിസിറ്റിയിൽ ഉപയോഗിക്കില്ല. അപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ നൈട്രജൻ sp3 ആണ്, sp3 നൈട്രജൻ ആണ്. ഇത് sp2 ആണ്. ഇത് അരോമാറ്റിസിറ്റിയിലേക്ക് പോയ ലോൺ പെയർ ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ നോക്കുമ്പോൾ 3 അവൈലബിൾ ആണ്, ലോൺ പെയർ അവൈലബിൾ ആണ്. 1 കുഴപ്പമില്ലാത്ത രീതിയിൽ അവൈലബിൾ ആണ്, 2 അതിലും കുറവാണ്. അപ്പോൾ ബേസിസിറ്റിയുടെ ഓർഡർ ഇങ്ങനെ വരും: 3, 1, 2. വിച്ച് അമോങ് ദ ഫോളോയിങ് ഹാവ് എ സിംഗിൾ അൺപെയ്ഡ് ഇലക്ട്രോൺ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഇതുപോലെ പോലത്തെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് പറയുന്നു നോക്കാം. അപ്പോൾ N2 നമുക്കറിയാം 14 ഇലക്ട്രോൺ ആണ്, ഡയാമാഗ്നറ്റിക് ആണ്, അൺപെയ്ഡ് ഇലക്ട്രോൺ ഒന്നും ഇല്ല. സിംഗിൾ അൺപെയ്ഡ് ഇലക്ട്രോണിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്. Cn- എന്ന് പറഞ്ഞാലും 6+7 പിന്നെ ഒരു മൈനസ്, അപ്പോൾ 14 ആണ്. അവർക്കും എന്തില്ല, അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവില്ല, 14 ആയിരിക്കും. അടുത്തത് C2 അവരും 14 ആണ്. അപ്പോൾ ഈ 3 ഓപ്ഷനും പോയി, അവർ ഡയാമാഗ്നറ്റിക് ആണ്, അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. അടുത്തത് ഓക്സിജൻ. ഓക്സിജനെ നമുക്കറിയാം π*2px = π*2py 1 ഇങ്ങനെയാണ് വരുന്നത്. അവർക്ക് 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, ഒന്നല്ല 2 എണ്ണം ഉണ്ട്. നമ്മളോട് ചോദിച്ചത് സിംഗിൾ അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. ഇനി അടുത്തത് O2-. ഇത് O2 ആണ്. O2- വരുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺ വരും. അപ്പോൾ ഇവിടെ പെയർ ചെയ്തു, അപ്പോൾ ഇവിടെ കാലിയാണ്, അപ്പോൾ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ O2- കറക്റ്റ് ആണ്. ഇനി N2- ഞാൻ പറഞ്ഞു N2 14 ആണ്. 14-ന് ഒരു അൺപെയ്ഡ് ഇലക്ട്രോണേ ഉള്ളൂ. 14-ന് ഒറ്റ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. അവിടത്തേക്ക് ഒരു ഇലക്ട്രോൺ വരികയാണ്, മൈനസ് ആണ്. ഒരു ഇലക്ട്രോൺ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി വരും, N2- O2- കിട്ടും. അടുത്തത് സൾഫർ എക്സിസ്റ്റ് ആസ് എ S8 വൈൽ ഓക്സിജൻ എക്സിസ്റ്റ് ആസ് O2. ഓക്സിജനെ നമ്മൾ O2 ആയിട്ടാണ് പൊതുവേ കാണുക, സൾഫറിന് S8 ആണ്. S8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൗൺ ടൈപ്പ് ഷേപ്പ് ഒക്കെയാണ് വരിക. S പിന്നെ ഇവിടെ ഒരു S ഉണ്ടാവും, ഇവിടെ ഒരു S, ഇവിടെ ഒരു S, ഇങ്ങനെ ഈ ടൈപ്പിൽ ഒരു ഷേപ്പാണ്. അപ്പം അതിന് ഡബിൾ ബോണ്ട് ഇല്ല. പി ബോണ്ടിങ് ഉള്ളത് ഓക്സിജനാണ്, സൾഫറിന് ഇല്ല. അപ്പോൾ അവർ വലിയൊരു മോളിക്യൂളായിട്ട് നിൽക്കുക ചെയ്യും, ക്രൗൺ ഷേപ്പ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ S8 അങ്ങനെയാണ് കിട്ടുക. അടുത്തത് ദ കളർലെസ് അയോൺ എമോങ് ദ ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ്സിൽ കളർലെസ് അയോൺസ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മളവിടെ പഠിക്കും, ലാന്തനോയിഡ്സ് കളർ ഉണ്ടാക്കുന്നത് FF ട്രാൻസിഷൻ കൊണ്ടാണ്. ലാന്തനോയിഡ്സ് കളർലെസ് ആകണമെങ്കിൽ ഒന്നെങ്കിൽ F0 ആകണം, അല്ലെങ്കിൽ F14 ആകണം. അപ്പോൾ ഇവിടെ EU3+ എന്ന് പറയുന്ന ആള് F0-ലല്ല, ഇയാൾ F0-ലല്ല, ഇയാൾ F0-ലല്ല. Lu3+, ലുട്ടീഷ്യം 3+ എന്ന് പറയുന്നത് F14 ആണ് കോൺഫിഗറേഷൻ. അപ്പോൾ ലാന്തനോയിഡ്സിന് നമുക്ക് ഒരു പരിചയം വേണം. പെട്ടെന്ന് കോൺഫിഗറേഷനിൽ നിന്ന് അവർ F14 ആണോ F0 ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ മിനിമം അറിഞ്ഞിരിക്കാനായിട്ട് പറ്റണം. അപ്പോൾ Lu3+ F14 ആണ് നമ്മുടെ റിക്വയർമെൻ്റ് എത്തി. അപ്പോൾ അവർ കളർലെസ് ആണ്. അപ്പോൾ ആ കോമ്പൗണ്ട് കളർലെസ് ആണ്. അടുത്തത് ലെഡ് സൾഫൈഡ് പ്രസിപ്പിറ്റേറ്റ്. പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ് ലെഡ് സൾഫൈഡ്. ഇപ്പോൾ ലെഡ് സൾഫൈഡ് ഉണ്ട്, പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ്സ് ഇൻ ഡയലൂട്ട് HNO3. ഡയലൂട്ട് HNO3 AD ആണ്. അപ്പോൾ ഡയറക്റ്റ് പ്രാക്ടിക്കൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ലെഡ് സൾഫൈഡ് ഡയലൂട്ട് HNO3 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മളിത് പൊതുവേ പറയുക, അയാളെ നിങ്ങൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് കാണുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ S2-, ഇത് Pb2+ ആണ്, ഇത് S2- ആണ്. S2- എന്താവും, ഓക്സിഡേഷൻ നടന്നിട്ട് സൾഫർ ആവും. Pb2+ഉം NO3-യും കമ്പൈൻ ചെയ്തിട്ട് PbNO3 ഉണ്ടാവും. ബാലൻസ് ചെയ്യണമെങ്കിൽ Pb2+ഉം NO3 ട്വൈസും കൊടുക്കണം. NO3- ആണ്, Pb2+ ആണ്. അപ്പോൾ 2 NO3 വരും. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ NO3, അതായത് നമ്മൾ ഒന്നിൽ കൂടുതൽ HNO3 ഉപയോഗിക്കും. ഈ NO3ക്ക് എന്ത് ചെയ്യും, ഫർദർ ഡീകമ്പോസിഷൻ നടക്കും.
അതായത് NO3 NO ആയിട്ട് മാറും. NO2 ഫോമിലേക്ക് പോവില്ല, ഡയലൂട്ട് HNO3. അതവിടെ നമ്മൾ ഡയറക്റ്റ് പറയുന്ന കാര്യമാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ല, പ്രാക്ടിക്കൽ കെമിസ്ട്രി വായിച്ച ആളുകൾക്ക് കുഴപ്പമില്ലാത്ത ഒരു ഭാഗമാണ്. അടുത്തത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ. അപ്പോൾ നേച്ചർ ഓഫ് ദ കോമ്പൗണ്ട്. ഇപ്പോൾ ഞാൻ രണ്ടും ബെൻസീൻ തന്നെ എടുത്തു. അപ്പോൾ ബെൻസീനെയും പ്യൂരിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, അത് സെയിം തന്നെയാണ്. ഇനി ബെൻസീന് പകരം ഞാൻ വേറൊരു കോമ്പൗണ്ട് എടുത്തു, അപ്പോൾ അവർ നന്നായിട്ട് മിക്സ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ മിക്സ് ആകുന്നുണ്ടോ, മിക്സ് ആകുന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ഇപ്പം നേച്ചർ ഓഫ് ദ കോമ്പൗണ്ട് നോക്കണം. മോളിക്യൂളിൻ്റെ ഷേപ്പിൽ നമ്മളങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പം നമ്മളിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് 3-4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിലേതാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നോക്കിയിട്ടാണ് പറയേണ്ടത്. അടുത്തത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി വ്യത്യാസത്തിൽ നമുക്ക് കോമ്പൗണ്ട്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. ഇപ്പോൾ ചില കോമ്പൗണ്ട്സുകൾ താഴെ ആയിരിക്കും, ചില കോമ്പൗണ്ട്സ് മുകളിലാണ് ഉണ്ടാകുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവെക്കും. സോളിബിലിറ്റി ഡയറക്റ്റ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സോളിബിലിറ്റിയും നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതേതാ റിയാക്ഷൻ? ഏതാ? ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ ആണ്. ബെൻസാൽഡിഹൈഡിന്റെ പ്രിപ്പറേഷനിലാണ് നമ്മൾ ഇയാളെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ബെൻസീനെ തന്നിട്ടുണ്ട്, റിയേജന്റ് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബെൻസാൽഡിഹൈഡ് ആണ് പ്രൊഡക്റ്റ് വരിക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ മെക്കാനിസം ഒന്നും എഴുതിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് അല്ലെങ്കിൽ ഈസ് ഇൻകറക്റ്റ്. ഒറ്റ സ്റ്റേറ്റ്മെന്റ് തെറ്റുണ്ടാവുള്ളൂ. ABCD MCQ ആണല്ലോ. അപ്പൊ KMNO4 ആൻഡ് NaOH ആർ കാറ്റഗറൈസ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്. ശരിയാണ്. അപ്പൊ ഇത് നമ്മുടെ ജനുവരി ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചോദിച്ചത് പ്രൈമറി സ്റ്റാൻഡേർഡിന്റെ കേസാണ്, ഇവിടെ സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആണ് ചോദിച്ചത്. അപ്പൊ KMNO4ഉം NaOHും എന്താണ്? സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആണ്, പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ല. അപ്പൊ അത് ശരിയാണ്. പ്രൈമറി സ്റ്റാൻഡേർഡ് ഷുഡ് നോട്ട് അണ്ടർഗോ ചേഞ്ച് ഇൻ എയർ. നമ്മൾ ഇയാളെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എയറുമായിട്ട് എന്തെങ്കിലും റിയാക്ഷൻ ഒക്കെ നടക്കുവോ, അല്ലെങ്കിൽ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുവോ, അങ്ങനെയുള്ള ഒന്നും സംഭവിക്കാൻ പാടില്ല. ആൾ സ്റ്റേബിൾ ആയിരിക്കണം, പ്രൈമറി സ്റ്റാൻഡേർഡ്. അപ്പൊ അതും ശരിയാണ്. അടുത്തത്, റിയാക്ഷൻ ഓഫ് പ്രൈമറി സ്റ്റാൻഡേർഡ് വിത്ത് അനദർ സബ്സ്റ്റൻസ് ഷുഡ് നോട്ട് ബി ഇൻസ്റ്റന്റേനിയസ്. ഷുഡ് നോട്ട് ബി എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് റിയാക്ഷൻ പെട്ടെന്ന് നടക്കലാണ് നല്ലത്. അപ്പൊ നോട്ട് ബി എന്ന് പറഞ്ഞത് ശരിയായില്ല. അടുത്തത്, പ്രൈമറി സ്റ്റാൻഡേർഡ് ഷുഡ് ബി സോളിബിൾ ഇൻ H2O. നമ്മൾ വാട്ടറിലാണ് പൊതുവെ റിയാക്ഷൻസ് ചെയ്യുക. അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡ് സോളിബിൾ ഇൻ H2O എന്ന് പറഞ്ഞത് കറക്റ്റാണ്. അടുത്തത്, ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. നമുക്ക് ഞാൻ മെക്കാനിസം ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. ഹൈഡ്രജൻ കൂടിയെടുത്ത് OH വരും, ഹൈഡ്രജൻ കുറഞ്ഞെടുത്തിൽ H വരും. ഇതാണ് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. അപ്പം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്തായിരിക്കും? CH3 CH2, ഇവിടെ OH വരും, ഇവിടെ H വരും. അതേപോലെ H+H2O ആണ് അടുത്തത്. H+H2O ഡയറക്റ്റ് ഹൈഡ്രേഷൻ ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ്രജൻ കുറഞ്ഞ സ്ഥലത്ത് OH നേടി. ഇപ്പം ഇവിടെ ഒരു ബോണ്ട് പൊട്ടി, ഇപ്പം സിംഗിൾ ബോണ്ടാണ്, ഇവിടെ H നേടി. അപ്പോൾ ഇതിനെ നമ്മൾ മാർക്കോണിക്കോഫ് റൂൾ ടൈപ്പ് എന്നും ഇത് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ ടൈപ്പ് എന്നും പറയും. അപ്പോൾ ഓപ്ഷൻ 2 വരും. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അടുത്തത് കൈനറ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക്സിൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഗിവൺ എസ്. റേറ്റ് തന്നിട്ടുണ്ട്. റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? K/A² ആണ് ഇൻറ്റു B. ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്ടൻ്റ് ഈസ് ഡബിൾഡ്. ഇതിൻ്റെ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യണം. അപ്പം ഞാൻ ഡബിൾ ചെയ്യാണ്, 2A², ഇവിടെ 2B വരും. ദെൻ റേറ്റ് ബിക്കംസ് X ടൈംസ് ദ പ്രീവിയസ്. അപ്പോൾ പ്രീവിയസ് എന്താ? ഇതാണ് പ്രീവിയസ്, അതിനേക്കാളും X ടൈംസ് ആയി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആദ്യമുള്ള ആളുകൾ ചെയ്തു. ആദ്യം എന്ന് പറഞ്ഞാൽ K/A² ആണ്. ഇപ്പം എന്താ എക്സ്ട്രാ വന്നത്? ഒരു 2². അത് ഞാനിവിടെ ചെയ്തു, ഒരു 2² എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആദ്യം എന്താ ഉണ്ടായിരുന്നത്? B. പിന്നെ ഒരു എന്താ എക്സ്ട്രാ വന്നത്? ഒരു 2 എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഇവിടെ ചെയ്തു. അപ്പോൾ ഇതാണ് ഇപ്പോൾ എക്സ്ട്രാ വന്നത്. ഇത് പഴയ ഇക്വേഷൻ തന്നെയാണ്. ഇപ്പോൾ എക്സ്ട്രാ വന്നത് എന്താണ്? X ടൈംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ X എന്നാണ് പറയുന്നത്. അത് നമുക്ക് 8 മനസ്സിലായിട്ടുണ്ട്. X എന്ന് പറയുന്നത് 8. ഓവറോൾ ആൻഡ് ദ ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് Y. അപ്പോൾ ഓർഡർ നോക്കുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ്റെ പവർ മുകളിൽ നോക്കും. അപ്പോൾ ഇവിടെ 2 ഇവിടെ 1. അപ്പോൾ ഓർഡർ എന്നുള്ളത് നമുക്കറിയാം 3. ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് X+Y? എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കൂട്ടിയാൽ എന്താണ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ 3 + 8 = 11 കിട്ടും. അപ്പോൾ ന്യൂമറിക്കലെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നല്ല ക്വസ്റ്റ്യൻ എന്നുള്ള കാറ്റഗറിയിൽ പറയും.
അപ്പോൾ നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഫസ്റ്റ് സെക്ഷനിൽ ചെയ്യാനുള്ളത്. ഇനി സെക്കൻഡ് ഇതിൽ വരുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഈവനിങ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഇതിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് എന്ന് ആളുകൾ പറയുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ലോജിക്കലി ആയിരുന്നു. അതായത് നമ്മൾ ആ ഒരു രീതിയിൽ മുന്നേ ക്വസ്റ്റ്യൻസ് കണ്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാകുന്ന ടൈപ്പിലായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എല്ലാ ക്വസ്റ്റ്യൻസ് കാണുകയും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ എക്സാക്ട്ലി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. കറക്റ്റ് ഓർഡർ ഓഫ് ബോണ്ട് ആംഗിൾ ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട്സ്. താഴെ തന്ന കോമ്പൗണ്ട്സിന്റെ ബോണ്ട് ആംഗിൾ ആണ് ചോദ്യം. അപ്പോൾ ഇവിടെ BF3 ഉണ്ട്. BF3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sp2 ആണ്. ബോണ്ട് ആംഗിൾ 120 വരും. അടുത്തത് PF3 ആണ്. PF3 എന്ന് പറഞ്ഞാൽ sp3 ആണ്. നിയർലി 109 വരും. ഞാൻ എന്തുകൊണ്ട് എക്സാക്ട്ലി 109 എന്ന് പറഞ്ഞില്ല, അവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. PF3 എന്ന് പറയുമ്പോൾ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ ആണ് വരിക. അപ്പോൾ എക്സാക്ട്ലി 109 വരില്ല, അതിൽ കുറച്ച് കുറവായിരിക്കും. CLF3 എന്ന് പറയുന്നത് sp3d ആണ്. 3 ബോണ്ട് പെയറും ഉണ്ട്, 2 ലോൺ പെയറും ഉണ്ട്. അപ്പോൾ sp3d ബോണ്ട് ആംഗിൾ നിയർലി ഒരു 90 ഡിഗ്രിക്ക് അതിനടുത്താണ് വരിക. അപ്പോൾ അത് കുറച്ചും കൂടി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് BF3 120 ഏറ്റവും കൂടുതൽ, പിന്നെ 109 അടുത്ത്, പിന്നെ 90ക്ക് അടുത്ത്. അടുത്തത് ടോട്ടൽ സം ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ഓഫ് O2, O2 പ്ലസ് O2 മൈനസ്. അപ്പോൾ O2യുടെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പിന്നെ സിഗ്മ 2pz, പൈ 2px, പൈ 2py, പിന്നെ നമ്മൾ പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py, ഇങ്ങനെയാണ് ഇത്. അപ്പോൾ ഓക്സിജൻ നോക്കുമ്പോൾ 16 ഇലക്ട്രോൺ ആണ്. 2, 2, 4, 6, 8, 10, 12, 14, 15, 16, 16 ഇലക്ട്രോൺ ആണ്. നമ്മളോട് ചോദിച്ചത് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇവിടെ ആന്റി ബോണ്ടിങ്ങിൽ ഒരു സിസ്റ്റം കിട്ടി, ഇവിടെ രണ്ടാമത്തെ സിസ്റ്റം കിട്ടി, ഇവിടെ നമുക്ക് മൂന്നാമത്തെ സിസ്റ്റം കിട്ടി. ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, അപ്പം 4 ഇലക്ട്രോൺ. ഇവിടെ 1, ഇവിടെ 1, അപ്പോൾ 4 + 2 6 ഇലക്ട്രോൺ. അപ്പോൾ O2-ൽ 6 ഇലക്ട്രോൺ ഉണ്ട്. O2-ൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഇനി അവർ പറയാണ് നിങ്ങൾ O2 പ്ലസിനെ നോക്കാൻ. അപ്പോൾ O2 പ്ലസിനെ നോക്കുന്ന സമയത്ത് ഇതാ ഇവിടുത്തെ ഇലക്ട്രോണാ പോവുക. അപ്പോൾ ആന്റി ബോണ്ടിങ് എന്നല്ലേ ഒരാൾ പോയത്. അപ്പോൾ ഇനി ആന്റി ബോണ്ടിങ്ങിൽ 6 ഉണ്ടാവില്ല, 1 പോയിട്ടുണ്ട്, 5 ഉണ്ടാവുള്ളൂ. അടുത്തത് O2 മൈനസ് ആണ്. O2 മൈനസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഓക്സിജൻ ഇതാണ്, ഒരാൾ കൂടി വരും. മൈനസ് എന്ന് പറഞ്ഞാൽ ഒരാൾ കൂടി വരുന്നതാണ്. അപ്പോൾ O2 മൈനസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിൽ എന്ത് കിട്ടും? നേരത്തെ 4 ഇപ്പോഴത്തെ 3 കൂട്ടിയിട്ട് 7 കിട്ടും. അപ്പം മൊത്തത്തിൽ ആന്റി ബോണ്ടിങ്ങിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 18 എണ്ണം ഉണ്ടാവും. ഇനി ചില ഇതിൽ കണ്ടത് അത് അവര് പിന്നെ പൈ സ്റ്റാറിലെ ചോദിച്ചത് എന്ന് കണ്ടിട്ടുണ്ട്. പൈ സ്റ്റാറിലാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇവിടുത്തെ ഒരു 12 ഇലക്ട്രോൺ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ 6 ആൻസർ വരും. അപ്പോൾ അത് ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നല്ല ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡിൽ കുറച്ച് ലോജിക്കൽ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഐൻസ്റ്റീനിയം ഇത് ചോദിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണയും ചോദിച്ചിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ 99 തന്നിട്ടുണ്ട്. അപ്പോൾ റാഡോൺ എന്ന് പറയുന്നത് 86 ആണ്, നമുക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എത്ര വേണം? 13 വേണം. അപ്പോൾ ഇവിടെ തന്നെ 14 ഉണ്ട്. അപ്പോൾ ഇത് പറ്റില്ല, തെറ്റാണ്. ബാക്കിയുള്ള ഇടത്തിൽ എല്ലാവിടെയും എന്ത് തന്നിട്ടുണ്ട്? 13 തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു മിനിമം ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐൻസ്റ്റീനിയത്തിന് D1 കോൺഫിഗറേഷൻ ഇല്ല. അപ്പോൾ ആൻസർ ബി വരും. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ Ca2 പ്ലസ് വിത്ത് EDTA ഫോംസ് എ കോമ്പൗണ്ട് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ Ca2 പ്ലസ് വിത്ത് EDTA എന്ന് പറഞ്ഞാൽ എന്താ? ഹെക്സാഡെൻഡേറ്റ് ആണ്. ഹെക്സാഡെൻഡേറ്റ് ലിഗൻഡ് ആണ് EDTA. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എത്ര ആയിരിക്കും? 6 ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ സ്ട്രക്ചർ ഒക്ടാഹെഡ്രൽ ആയിരിക്കും. ടെട്രാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ 4 ആണ്. സ്ക്വയർ പ്ലാനറും 4 ആണ്, ഇത് 5 ആണ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 വരണമെങ്കിൽ ഒക്ടാഹെഡ്രൽ ആയിരിക്കും. അപ്പോൾ അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് കറക്റ്റ് ഇക്വേഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ D/ഹക്കിൾ ഇക്വേഷൻ എന്ന് പറയും. D/ഹക്കിൾ ഓൺസാഗർ ഇക്വേഷൻ.
ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് ആൻസർ വരും. അപ്പോൾ ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ 0m മൈനസ് B√C. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ അവർ ഈ രീതിയിലേക്ക് മാറ്റിയിട്ട് തന്നു, ഒന്ന് കൺഫ്യൂഷൻ വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ ഇലക്ട്രോ കെമിസ്ട്രി ആണ്. നിക്കൽ കാഡ്മിയം സെല്ല് റീചാർജബിൾ ആണ്. ഫ്യൂൽ സെല്ല് കമ്പഷൻ ഓഫ് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ആണ്. അപ്പോൾ 1 A വരണം, 2 D വരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വേറെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഓപ്ഷൻ A തന്നെ എടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ഇൻ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ്. ഇപ്പോൾ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. അപ്പോൾ നമ്മൾ H2SO4 വീണ്ടും SO3യുടെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് H2S2O7 കിട്ടും. അപ്പോൾ H2S2O7ൽ എത്ര ഓക്സിജൻ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ 7 ആണ് ആൻസർ വരും. അപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് CC ബോണ്ട് ലെങ്ത് ഓഫ് ഈഥൈൻ, ഈഥീൻ ആൻഡ് ഈഥൈൻ? അപ്പോൾ ഈഥൈൻ എന്ന് പറയുന്ന സമയത്ത് C ട്രിപ്പിൾ ബോണ്ട് C ഉണ്ടാവും. ഈഥീൻ എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ട് C ആണ്. ഈഥൈൻ എന്ന് പറയുമ്പോൾ CC ബോണ്ടാണ്. അപ്പോൾ ഇതിൽ ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡറാണ്. അപ്പോൾ നമുക്കറിയാവുന്നത് ബോണ്ട് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡറാണ്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. അപ്പോൾ ഏറ്റവും ബോണ്ട് ലെങ്ത് ഉണ്ടാകാർക്കാ? ഇപ്പോൾ CCക്കാണ് ബോണ്ട് ലെങ്ത് കൂടുതൽ വരിക, പിന്നെ ഇതിന്. അപ്പോൾ ഈഥൈൻ, ഈഥീൻ, ഈഥൈൻ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എമോങ് ദ ഫോളോയിങ്. അപ്പോൾ താഴെ തന്നതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഗ്ലൂക്കോസ്, ബയോമോളിക്യൂൾസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഗ്ലൂക്കോസ് ഈസ് വൺ ഓഫ് ദ മോണോസാക്രൈഡ്സ് ഓഫ് സൂക്രോസ്. കറക്റ്റ് ആണ്. അടുത്തത്, ഗ്ലൂക്കോസ് ഡിസോൾവ്സ് ഇൻ വാട്ടറിൽ ഡിസോൾവ് ആവും ഡ്യൂ ടു ആൽഡിഹൈഡ് ഗ്രൂപ്പ്. തെറ്റാണ്. OH ഗ്രൂപ്പാണ്. OH ഗ്രൂപ്പ് വരുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് വരുന്നു. അപ്പോൾ OH ഗ്രൂപ്പിനാണ് ഇമ്പോർട്ടൻസ്. അടുത്തത്, ഗ്ലൂക്കോസ് ഹാസ് 6 കാർബൺ ആറ്റംസ് ഇൻ ഇറ്റ്സ് സ്ട്രക്ചർ. 6 കാർബൺ ആണ്, അതും ശരിയാണ്. ഗ്ലൂക്കോസ് ഈസ് ഇൻ ആൾഡോസ് എന്ന് പറയുമ്പോൾ CHO ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ആൾഡോസ് എന്നാണ് വിളിക്കുക. ശരിയാണ്, അതും ശരിയാണ്. അപ്പോൾ B ആണ് ഇതിൽ തെറ്റ്. ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതുകൊണ്ടാണ് ഇതാകുന്നത്, വാട്ടറിൽ സോളിബിൾ ആകുന്നത്. ഇനി അടുത്തത് നമുക്ക് ടോളൻ ടെസ്റ്റിന്റെ ചോദ്യമാണ്. ടോളൻ ടെസ്റ്റ് ഈസ് -4. അപ്പോൾ ടോളൻ ടെസ്റ്റ് ആർക്കാണ് നെഗറ്റീവ് ആകുക എന്നാണ് ചോദ്യം. അപ്പോൾ ഫോർമാൽഡിഹൈഡ് ആലിഫാറ്റിക് ആൽഡിഹൈഡ് ആണ്. ആലിഫാറ്റിക് ആൽഡിഹൈഡിന് ഇയാൾ ടോളൻ ടെസ്റ്റ് കിട്ടും. അടുത്തത്, ബെൻസാൽഡിഹൈഡ് എന്ന് പറയുന്നത് അരോമാറ്റിക് ആൽഡിഹൈഡ് ആണ്. അരോമാറ്റിക് ആൽഡിഹൈഡിനും എന്ത് കിട്ടും? ടോളൻ ടെസ്റ്റ് തരും. അടുത്തത്, ഫോർമിക് ആസിഡ് ആണ്. ഫോർമിക് ആസിഡും എന്ത് തരും? ടോളൻ ടെസ്റ്റ് തരുന്ന ആളാണ്. അപ്പോൾ ഇല്ലാത്ത ആള് ഇത് 3 തരുമെങ്കിൽ തരാത്ത ആള് അസ്റ്റോൺ. അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞാൽ മതി. അടുത്തത്, ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ആണ്. അപ്പോൾ അതിൽ ഓപ്ഷൻസിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എക്സാക്ട്ലി ആ ഓപ്ഷനും ആ ക്വസ്റ്റ്യനും ക്ലിയർ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണിക്കുന്നത്. അപ്പോൾ ചോദ്യം ഏകദേശം ഇങ്ങനെയാണ്. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ആകുന്ന സമയത്ത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ റിയേജൻറ്റിലോ ചെറിയ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ ആൻസർ മാറും. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് തന്നെ ആയിരിക്കാം ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. ഇപ്പോൾ CH3 MgBr ഉണ്ട്, ഇത് എക്സസ് എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ അവർ H3O+ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ 1-2 കോമ്പൗണ്ട്സുകൾ അവർ തന്നിട്ടുണ്ട്. അപ്പം അതിൽ ആൻസർ ആകാൻ ചാൻസ് ഉള്ള കോമ്പൗണ്ടായിട്ട് കാണുന്നത് ഇതിനെയാണ്. C ഡബിൾ ബോണ്ടോ CH3, ഇവിടെ C, ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ OH. ഈ രീതിയിലൊരു ആൻസറാണ് ഒരു ശരിയായിട്ട് ആളുകൾ പറയുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എസ്റ്റർ ആണ്. അപ്പോൾ എസ്റ്ററിൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കീറ്റോൺ ആവും. എസ്റ്ററിൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ CO പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ CH3 ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഓക്സിജൻ ബോണ്ട് ഇല്ല. അപ്പോൾ അത് കീറ്റോൺ ആയി ഫസ്റ്റ് സ്റ്റെപ്പിൽ. നമ്മൾ വീണ്ടും CH3 ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ആൾ ആൽക്കഹോളായിട്ട് മാറും. ഇതാണ് നമ്മുടെ ഒരു ബേസിക് അല്ലെങ്കിൽ സ്പീഡായിട്ട് ചെയ്യാനുള്ള ഒരു ട്രിക്ക്. ഇതാണ് നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ ഇതാണ് നല്ലത്, അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ തന്ന നാല് ഓപ്ഷൻസിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ?
ഇയാൾ മാത്രമേ എന്തായിട്ടുണ്ടായിരുന്നുള്ളൂ, ആൽക്കഹോൾ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 4 ഓപ്ഷൻ നോക്കിയിട്ട് ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് പറയാണ്, അതിനേക്കാൾ എളുപ്പമാണ് എന്ത്, നമുക്ക് ആ ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ എക്സാക്ട്ലി എന്താണ് ഓപ്ഷൻസ് എന്നുള്ളത് ക്ലിയർ അല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയിട്ടേ നമുക്ക് ആൻസർ പറയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എടുക്കേണ്ട പോയിന്റ്, എസ്റ്ററിൽ നിങ്ങൾ എക്സസ് ആയിട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഉറപ്പായിട്ടും ആൽക്കഹോൾ ആയിരിക്കും. ഇനി എക്സസ് ആണല്ലോ, അപ്പോൾ CNO ആയിട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റിന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്നാണ്. അപ്പോൾ CNO ആയിട്ടും ഗ്രിഗ്നാർഡ് റിയേജന്റിന് റിയാക്ഷൻ ഉണ്ട്. CN എന്തായിട്ട് മാറും, COCH3 ആയിട്ട് മാറും, കീറ്റോൺ ആയിട്ട് മാറും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെയും ശരിയാണ്, ഇവിടെയും ശരിയാണ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഇതാണുള്ളത്. അപ്പം ഇത് കറക്റ്റായിട്ട് പറയാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഗീവ് പോസിറ്റീവ് ഐഡോഫോം ടെസ്റ്റ്. ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ നിങ്ങൾക്ക് 2-പ്രൊപ്പനോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക 2-പ്രൊപ്പനോൾ എന്ന് പറയുന്നത് ശരിയാകുമോ. അപ്പോൾ എന്താ 2-പ്രൊപ്പനോൾ, CH3, ഇവിടെ ഒരു CH ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. ഇതാണ് 2-പ്രൊപ്പനോൾ. അപ്പം ഇത് ശരിയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡോഫോം ടെസ്റ്റ് കാണിക്കാനുള്ള റിക്വയർമെന്റ് അറിയണം. അപ്പോൾ CH3 CO ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഐഡോഫോം ടെസ്റ്റ് കാണിക്കും. CH3 CO ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഐഡോഫോം ടെസ്റ്റ് കാണിക്കും. ഇനി അതേപോലെ നോക്കുകയാണെങ്കിൽ CH3 CHOH ഗ്രൂപ്പ് ഉണ്ടാകണം. അപ്പോൾ CH3 CHOH ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഐഡോഫോം ടെസ്റ്റ് തരും. അപ്പോൾ നമുക്ക് തന്ന ഓപ്ഷൻസിൽ 2-പ്രൊപ്പനോൾ ആയിട്ടാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 2-പ്രൊപ്പനോൾ ആണ്. അപ്പോൾ അതിൽ CH3 CH3 OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ CH3 CHOH ഉള്ളത് കൊണ്ട് അതാണ് ആൻസറിൽ വരും. അത് ഒരുപാട് തവണ നമ്മൾ കണ്ട് ശീലിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യനും എക്സാക്ട്ലി ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. ഇപ്പോൾ ഓർഗാനിക് ആകുന്നത് കൊണ്ട് തന്നെ ടേമുകൾ മാറുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ആൻസറും മാറും. അപ്പോൾ എക്സാക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടാതെ നമുക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതിൽ നമുക്ക് മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ അതിൽ KCN കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ KCNന്റെ റോള് K+ഉം CN- വന്നു കഴിഞ്ഞാൽ CN- വന്നിട്ട് BRനെ റീപ്ലേസ് ചെയ്യലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അഥവാ ഇതിൽ എക്സ്ട്രാ ഓപ്ഷൻസോ അല്ലെങ്കിൽ എക്സ്ട്രാ കണ്ടീഷൻസോ ആൽക്കഹോളിക്കോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ പറയാൻ. അത് നമുക്കൊരു ബ്ലൈൻഡ് പ്രഡിക്ഷൻ നടക്കില്ല. അപ്പോൾ ഓർഗാനിക്കിൽ നമുക്കറിയാമല്ലോ, ആൽക്കഹോളിക്ക് KOH എടുക്കുന്ന സമയത്ത് ഇവിടെ എനിക്ക് BR ഉണ്ട്. ആൽക്കഹോളിക്ക് KOH ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ആൽക്കീനാണ് കിട്ടുക. ഇനി അതേസമയം അക്വസ് KOH ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ BRനെ മാറ്റിയിട്ട് OH ആണ് വരിക. അപ്പോൾ അക്വസ് എന്നുള്ള ഒരു ടേമും ആൽക്കഹോളിക് എന്ന് പറയുന്ന ഒരു ടേമും കാണുമ്പോൾ ഒരുപോലെയാണ്. നമ്മൾ KOHലാണ് ഫോക്കസ് ചെയ്യുക, പക്ഷേ പ്രൊഡക്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അതേപോലെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാക്ട്ലി ക്ലിയർ അല്ല. അപ്പോൾ ഓപ്ഷൻസും നമുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഏകദേശം ആണ് ആൻസർ പറയുന്നത്. അപ്പോൾ ഇവിടെ BR മാറ്റിയിട്ട് CN മാറുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള കണ്ടീഷൻസ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്തത് ഐഡന്റിഫൈ ദ മേജർ പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അവിടെ ഇതേപോലെ ബെൻസീൻ റിംഗ് ഉണ്ട്. ഇതായിരുന്നു കോമ്പൗണ്ട് KMnO4 ആണ്. അപ്പോൾ ഇത് എളുപ്പമാണ്, നമുക്കറിയാവുന്ന കേസാണ്. നമ്മൾ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ ഒരു കാർബൺ വരിക, അതിൽ ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടാകുക, മിനിമം ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടാകുക. അതിനപ്പുറത്ത് ആരാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കോമ്പൗണ്ട് എന്തായിരിക്കും, പ്രൊഡക്റ്റ് COOH ആയിരിക്കും പ്രൊഡക്റ്റ്. ബെൻസോയിക് ആസിഡ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക. അപ്പം മിനിമം ഒരു H ഉണ്ടാകണം. ബെൻസീൻ റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടാകണം. അങ്ങനെ ഒരു ഹൈഡ്രജൻ ഉണ്ടായാൽ പിന്നെ നമ്മളൊരു KMnO4 ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ദ ഫോളോയിങ് സ്ട്രക്ചർ. അപ്പോൾ ആ കോമ്പൗണ്ട് ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ
എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ് എന്നായിരുന്നു ചോദ്യം. സ്റ്റീരിയോ ഐസോമേഴ്സ് എത്ര എണ്ണം പോസിബിൾ ആണ്. അപ്പം നമുക്കറിയാം ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ 2 ഐസോമർ ഉണ്ടാവും. ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ 2 ഐസോമർ ഉണ്ടാവും. പക്ഷേ അവിടെ ഒരു റിക്വയർമെൻറ്റ്, ഇവിടെയുള്ള ആളും ഡിഫറെൻ്റ് ആയിരിക്കണം, സെയിം ആകാൻ പാടില്ല. അപ്പോൾ സെയിം ആണെങ്കിൽ നമുക്ക് ജോമെട്രിക്കൽ ഐസോമറിസം പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും സെയിം ആണ്, എയും ബിയും സെയിം ആണ്. അപ്പോൾ അങ്ങനെ സെയിം ആണെങ്കിൽ നമുക്ക് ജോമെട്രിക്കൽ ഐസോമറിസവും ഇല്ല. അപ്പോൾ ഇവിടെ ജോമെട്രിക്കൽ ഐസോമറിസവും ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 ഐസോമറിനെ കിട്ടും. സിസും ട്രാൻസും പറയാൻ പറ്റും. ഡിഫറെൻറ്റ് ഗ്രൂപ്പ് വരുന്നത് കൊണ്ട്, എയും ബിയും വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 2 ഐസോമേഴ്സിനെ പറയും. ഇനി നമ്മളോട് ചോദിച്ചത് ജോമെട്രിക്കൽ ഐസോമറിസം എത്ര ഉണ്ട് എന്നല്ല, മൊത്തത്തിൽ സ്റ്റീരിയോ ഐസോമറിസം എത്ര ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ സ്റ്റീരിയോ ഐസോമറിസം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സിനെ കൂടി എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് നോക്കുന്ന സമയത്ത് ഈ കാർബണിൽ 4 ഡിഫറെൻറ്റ് സബ്സ്റ്റിറ്റ്യൂൻ്റ് ഉണ്ട്. ഇപ്പോൾ 4 ഡിഫറെൻറ്റ് സബ്സ്റ്റിറ്റ്യൂൻ്റ്, ഒന്ന് താഴോട്ട് പോകുന്നു, ഒന്ന് മുകളിലോട്ട്, ഒന്ന് ലെഫ്റ്റ്, പിന്നെ ഒരു ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും, കൈറാൽ കാർബൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈറാൽ കാർബൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് 2 ഐസോമർ ഉണ്ട് എന്ന് പറയും. ഇപ്പോൾ 2. അപ്പോൾ മൊത്തത്തിൽ ഈ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് 2ഉം ജോമെട്രിക്കൽ ഐസോമേഴ്സ് 2ഉം നോക്കുമ്പോൾ ടോട്ടൽ 4 ഐസോമറാണ് വരിക. 4 സ്റ്റീരിയോ ഐസോമേഴ്സ് കിട്ടും. പിന്നെ അവിടെ നിങ്ങൾ ഇവിടെ ഡബിൾ ബോണ്ട് എഴുതി പോയാൽ മാത്രമാണ്, അതായത് അതിനെ കൂടി നിങ്ങൾ ഏഡ് ചെയ്തു പോയാൽ ആൻസർ തെറ്റിപ്പോവും. 6 എഴുതിയാൽ തെറ്റാണ്. അവിടെയുള്ളത് സെയിം ഗ്രൂപ്പാണ്, CH3 തന്നെയാണ് 2 സ്ഥലത്തും ഉള്ളത്. പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നാണ്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഹൈബ്രിഡൈസേഷൻ മാച്ച് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് NiCO4, ഇതുപോലെ കൊബാൾട്ടിൻ്റെ CONH3,5Cl, ഇങ്ങനെ ഈ ടൈപ്പിലുള്ള 2-3 ആളുകളാണ്. എന്നിട്ട് ഹൈബ്രിഡൈസേഷൻ ചോദിച്ചു. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ നോക്കുന്ന സമയത്ത് NiCO4 ആണെങ്കിൽ നമുക്ക് sp3 എന്ന് പറയാം. ഇയാളാവുമ്പോൾ sp3D2. അപ്പോൾ ഈ ടൈപ്പിൽ ജസ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എക്സാക്ട്ലി ആ ക്വസ്റ്റ്യനും മാച്ച് ദ ഫോളോയിങ് എന്താണെന്നുള്ളത് നമുക്കില്ല, ഡാറ്റ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതിയത്. പിന്നെ എനിക്ക് തോന്നുന്നത് അത് നമുക്ക് കോർഡിനേഷൻ നമ്പർ നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം 4 ആണോ 6 ആണോ അല്ലെങ്കിൽ 5 ആണോ ഇങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിക്കും. അല്ലാതെ നമ്മൾ ഇന്നർ ഓർബിറ്റലാണോ ഔട്ടർ ഓർബിറ്റലാണോ അങ്ങനെ നോക്കണ്ടാത്ത രീതിയിലുള്ള ഓപ്ഷൻസും ക്വസ്റ്റ്യനും ആയിരുന്നു. അത് പക്ഷേ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഫസ്റ്റ് സെക്ഷനും ചെയ്തു, സെക്കൻഡ് സെക്ഷനും ചെയ്തു. പിന്നെ നമ്മൾ ഒരു നമ്മുടേതായ ഒരു അപ്രോക്സിമേഷനിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കുഴപ്പമില്ല. ഇനി നമുക്ക് IIT അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ IIT അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻസ് വരേണ്ട സമയത്ത് നമുക്ക് NCERT പക്ക ആയതിനു ശേഷം മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 JEE മെയിൻ എക്സാമിലൂടെ നമ്മൾ ഈ NCERT ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് ധൈര്യമായിട്ട് അഡ്വാൻസിൻ്റെ ടെസ്റ്റുകളെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഫിസിക്സിൻ്റെ സെക്ഷനുമായിട്ട് നിങ്ങളെ നിഖിൽ സാറ് കാണും. ശരി. Hello, audible ആണല്ലോ അല്ലേ? Let me please pull up the live so that I can understand if there are any comments. Just give me a moment, please. All right. Now, we will start with the questions. Audible ആണല്ലോ അല്ലേ? Ready അല്ലേ? All right. Now, yes.
we'll start with the first session. ഒമ്പതാം തീയതി ആദ്യത്തെ മോർണിംഗ് ഷിഫ്റ്റിലെ കാര്യം വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോർണിംഗ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. റിലേറ്റീവ്ലി ഈ കണ്ട ഷിഫ്റ്റുകളിൽ കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള, കുറച്ചുകൂടെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ച് ഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു സെഷനാണ് ഈ പ്രാവശ്യത്തെ മോർണിംഗ് ഷിഫ്റ്റ്. സോ വിൽ ആക്ച്വലി ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. Now, the dimension of latent heat is, നോക്കൂ, latent heat എന്ന് പറയുന്നത് ഫേസ് ചേഞ്ച് പഠിക്കുമ്പോഴാണ് നമ്മളത് കാണുക. ഒരു certain ഒരു യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസിന്റെ ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി റിക്വയർഡ് ആയിട്ടുള്ള എനർജിയാണ് ബേസിക്കലി ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ലേറ്റന്റ് ഓഫ് ഫ്യൂഷനും ഉണ്ട്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ട് യു കോൾ, യു ഹാവ് ലേറ്റന്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലേറ്റന്റ് ഓഫ് വേപ്പറൈസേഷൻ. അത് ഫേസ് ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് പല ടേംസും ഉണ്ട്. എനിവേസ്, യു ഹാവ് ദ ബേസിക് ഇക്വേഷൻ ഇസ് ദിസ് ഹിയർ. Okay, the heat required to change the phase of m mass of a body is given by this equation. Just to rearrange here, you will have dimension of L will be dimension of Q, that is basically heat, divided by dimension of mass. That's what you have. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഡയമെൻഷൻ കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I don't actually believe that this question is exactly from this set. എക്സാക്ട്ലി ഈ നമ്പേഴ്സുള്ള ക്വസ്റ്റ്യൻ സെഷൻ 1-ൽ ഉണ്ടായിരുന്നു, ഒരു ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ് ഇസ് 31st മോർണിംഗോ ഈവനിങ് ഏതോ ഒരു ഷിഫ്റ്റാണ്. എക്സാക്ട്ലി, യെസ് AR, ഹായ് മിസ്റ്റർ AR. എനിവേസ്, എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി സെയിം, നോട്ട് ഈവൻ സിമിലർ എന്ന് പറയുന്നത് ശരിയല്ല, എക്സാക്ട് നമ്പേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇൻ ദ ഫസ്റ്റ് സെഷൻ 31st നടന്ന ഡേറ്റിൽ നടന്ന മോർണിംഗിലോ ആഫ്റ്റർനൂണിലോ ഏതോ ഒരു ഷിഫ്റ്റിൽ. ദാറ്റ്സ് വൈ ഐ ഡോണ്ട് ആക്ച്വലി തിങ്ക് ദാറ്റ് എക്സാക്ട്ലി സെയിം വാല്യൂസിലാണ് അത് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിവേസ് വിൽ സോൾവ് ഇറ്റ് ജസ്റ്റ് ബിക്കോസ് വി ഹാവ് ദ ക്വസ്റ്റ്യൻ ഹിയർ. നൗ, ആറ്റ്വുഡ് മെഷീൻ ആണ്. ആറ്റ്വുഡ് മെഷീൻ്റെ മാസസ് M1 M2 ആണുള്ളത്. ആറ്റ്വുഡ് മെഷീൻ്റെ ആക്സിലറേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ദ ക്വസ്റ്റ്യൻ ഇസ് what is the ratio of masses. വളരെ സിമിലർ ക്വസ്റ്റ്യൻ വേറെ വാല്യൂസിൽ ഈ സെഷനിൽ തന്നെ ഉണ്ടായിരുന്നു മുന്നേ ഉള്ള ദിവസങ്ങളിൽ. Now, basic idea is very similar. Acceleration of Atwood machine എഴുതി വെക്കുക. And A is G by 8, substitute that, cross multiply, you get 9m1 is equal to 7m2, you rearrange it, you get m1 by m2 is equal to 7 by 9. m1 by m2 ആണ് ചോദിച്ചിട്ടുള്ളത്, that is 7 by 9. You have the option A as the correct answer. Alright, now, next question. Velocity of a particle of mass small m as a function of displacement x is given by v is equal to alpha root x. Work done to move it from x is equal to 0 to x equal to d. നോക്കൂ, work done is delta k. നമ്മൾ ഇതിന്റെ ആ ഇക്വേഷൻ കണ്ടിട്ട് കാൽക്കുലസിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. ഡെൽറ്റ കെ ഇ ആണ് ബേസിക്കലി വാട്ട് യു നീഡ്. ഡെൽറ്റ കെ ഈസ് ദ വർക്ക് ഡൺ. കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യലാണ് വേണ്ടത്. ഓരോ സ്ഥലത്തുള്ള വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് സമയത്തുള്ള കൈനറ്റിക് എനർജി കാണാം, കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി കാണാം. ബിക്കോസ് വെലോസിറ്റി is given as a function of position here. You find half mv final square minus half mv initial square. ഡേറ്റ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി കാണാൻ സമയത്ത് എക്സ് 0 ആണ്, ഇനീഷ്യൽ പൊസിഷൻ എക്സ് 0 ആണ്, ഫൈനൽ പൊസിഷൻ എക്സ് ഡി ആണ്. Corresponding velocity is easy to evaluate. You plug in the values, you get the answer as half m alpha square d. That is how you solve it. Right? Now, next question. Two persons are pulling on a rope towards themselves with a force of 200 Newton each. If the Young's modulus is 2 × 10⁻11 Newton per meter square and the area of cross section is 2 centimeter square, 2 centimeter square, yes, for the rope, the elongation in the rope is, നോക്കൂ, ഇവിടെ പല ആൾക്കാരും നടത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ഭാഗത്തും 200 ന്യൂട്ടൺ വരുന്നുണ്ടല്ലോ, മൊത്തം 400 ന്യൂട്ടൺ ആണ് അസ്യൂം ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ദിസ് ഇസ് ആക്ച്വലി എ കേസ് ഓഫ് ഈക്വിലിബ്രിയം. ആ ഈക്വിലിബ്രിയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത് ഈ കാര്യം. ഒരാൾ 200 ന്യൂട്ടണിൽ പുള്ളി ചെയ്യുന്നുണ്ട്, ഡെഫിനറ്റ്ലി ടെൻഷൻ അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ഈക്വിലിബ്രിയത്തിലാണ്. അപ്പുറത്തെ സൈഡിലും 200 ന്യൂട്ടണിൽ പുള്ളി ചെയ്യുന്നുണ്ട്, ടെൻഷൻ ഈക്വേറ്റ് ചെയ്യുന്നുണ്ട്, ടെൻഷൻ അതിനെ ഈക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ടെൻഷൻ ഇസ് 200 ന്യൂട്ടൺ, അത് ആദ്യം മനസ്സിലാക്കുക. ടെൻഷൻ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ എൽ ഇലോങ്ങേഷൻ എഫ് എൽ ബൈ എ വൈ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. എഫ് വിൽ ബി ദാറ്റ് ടെൻഷൻ, A is given to you, and then you have y. The value of y is also known to you. Everything is in SI units. Substitute here, you'll get the answer as 10 micrometer. ആ ഒരൊറ്റ കാര്യം നോക്കി വെച്ചാൽ മതി, വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട് ഇക്വിലിബ്രിയം എങ്ങനെയാണ് ഈ കേസിൽ വരുന്നത്. Right, now, next question. A particle oscillates in simple harmonic motion such that its speed and acceleration at a distance of 2 meters from the mean position are 4 meters per second and 16 meters per second square respectively. Find the amplitude of oscillation of the particle.
നോക്കൂ, വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ആൻഡ് ആക്സലറേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. വി ജസ്റ്റ് നീഡ് എ വാല്യൂ ഹിയർ, പ്ലീസ് റിമെമ്പർ ദാറ്റ്. അപ്പോൾ ഞാൻ 16 ആണ് ആക്സലറേഷൻ, അത് വെച്ചിട്ട് എനിക്ക് ഒമേഗ കാണാൻ പറ്റും. ഒമേഗ ഇസ് √8. ബ്രിങ് ദാറ്റ് ഓവർ ഹിയർ ടു ദ ഫസ്റ്റ് ഇക്വേഷൻ. എക്സ് എന്നുള്ളത് 2 ആണ്, അതാ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഗെറ്റ് ഈസിലി ദി ആൻസർ ഇസ് എ ഇസ് ഈക്വൽ ടു √6. വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ 2 സ്റ്റേജിലായിട്ട് ഇത് ചെയ്ത് കമ്പൈൻ ചെയ്യണം ഡേറ്റ എന്നുള്ളത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. √6 ഇസ് ദി ആൻസർ, ആംപ്ലിറ്റ്യൂഡ്. നൗ next question. The equivalent of 1 gram mass is equal to, the equivalent energy of 1 gram mass is equal to, നോക്കൂ, എനർജി ഇക്വലന്റ് കാണാനുള്ള ഇക്വേഷൻ E is equal to delta m c square ആണ്. ആ m തന്നിരിക്കുന്നത് 1 gram ആണ്. So I convert that in SI units into kilograms. That is 1 into 10 raised to minus 3, and then c is 3 into 10 raised to 8. I do the square of that for c square. എനർജി ഇത് ഇത്രയും ഭാഗമാണ് ജൂൾസിൽ കിട്ടുക. ബട്ട് നമുക്ക് എത്ര ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട് എന്നാണ് അറിയേണ്ടത്. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ജൂൾസ് ആണ്. അപ്പോൾ ഇത്രയും ഭാഗത്ത് സി 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് 1.6 into 10 raised to minus 19 ജൂൾസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ജൂളിൽ എത്ര 1.6 into 10 raised to minus 19 ഉണ്ടെന്ന് അറിഞ്ഞാലാണ് എത്ര ഇലക്ട്രോൺ വോൾട്ട് അവിടെ ഉണ്ടെന്ന് മനസ്സിലാവുക. So this is how you solve it. The answer is ഇങ്ങനെയാണ് ആദ്യം കിട്ടുക, 5.625 into 10 raised to 32 ഇലക്ട്രോൺ വോൾട്ട് കിട്ടുക. മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് ഓപ്ഷൻസ് ഇരിക്കുന്നത്, അതുകൊണ്ട് വിൽ ഹാവ് ടു റീഅറേഞ്ച് ഇറ്റ്. 6.625 into 10 raised to 26 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് ആൻസർ വരിക. ജസ്റ്റ് ഒരു കൺവേർഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതർവൈസ് ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Alright. Now next question. ഇവിടെയാണ് കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു തുടങ്ങുന്നത്. കറണ്ട് നിന്നാണ് ആ ക്വാളിറ്റി ഉള്ള 2 ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. പിന്നെ അത് സെക്ഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. Now നമുക്ക് കിട്ടിയിട്ടുള്ളിടത്തോളം. Okay, fine. Now the question says find the equivalent resistance between the terminals A and B for the given network. നോക്കൂ, ഇങ്ങനെയാണ് ആ നെറ്റ്വർക്ക് ഉള്ളത്. ആദ്യം നിങ്ങൾ ചെയ്യുക, പെട്ടെന്നുള്ള കോമ്പിനേഷൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ഈ 2 പോയിന്റ് അക്രോസ് 15 വരും, ഇതിന് അക്രോസ് 15 വരും, ഇതിന് അക്രോസ് 15 വരും. ഓക്കെ, നൗ ഇങ്ങനെ 2 കണക്ഷൻസ് ഉണ്ട്. ഷോർട്ടിംഗ് ആണത്, വേറെ റെസിസ്റ്റൻസ് ഒന്നും ഇടയ്ക്കില്ല. അപ്പം ഞാൻ ഈ പോയിന്റിനെ മുകളിലേക്ക് ബെൻഡ് ചെയ്യുക. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ ഹവ് ഡൺ ഹിയർ. ഈ താഴത്തുള്ള പോയിന്റിനെ മുകളിലേക്ക് ബെൻഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുക. അപ്പം എനിക്ക് വളരെ ഈസി ആയിട്ടൊരു സർക്യൂട്ടായി മാറും. നോട്ട് അറ്റ് ഓൾ കോംപ്ലെക്സ്. ഈ സൈഡ് ഷോർട്ടഡ് ആണ്. അപ്പോൾ ഈ 15ഉം 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 3 ആൾക്കാരും പാരലല്ല. ഈ 3 15ന്റെയും ഒരു കോമൺ പോയിന്റും മറ്റേ ഒരു കോമൺ പോയിന്റ് ഉള്ള ഒരു സൈഡ് മറ്റേ ടെർമിനൽ ഒരു ഷോർട്ടഡ് ലൈനിന്റെ മുകളിലാണ്. സോ ബോത്ത് ദീസ് ത്രീ റെസിസ്റ്റൻസസ് വിൽ ബി പാരലൽ ടു ഈച്ച് അതർ. അപ്പോൾ ഈ സർക്യൂട്ട് വളരെ സിമ്പിളായി 6, 8 and then you have 3 15s in parallel. 3 15s പാരലൽ വരുമ്പം R/3 that will be 5 ആണ് അതിന്റെ എഫക്റ്റീവ് വരിക. സോ you have 6, 5, 8, 19 is the answer. പെട്ടെന്ന് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുപാട് പേര് അത് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ ഈ ഒരു ജമ്പ് ഒക്കെ കാണുന്ന സമയത്ത്, അതായത് ഈ കോൺടാക്ട് ഇല്ലാത്ത വയസ്സ് ഒക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവും. ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ വിഷ്വലൈസേഷൻ ഉപയോഗിച്ചാൽ മതി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ. ദെൻ യു ഗെറ്റ് ഇറ്റ് ആസ് എ വെരി സിമ്പിൾ നെറ്റ്വർക്ക്. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാൽവനോമീറ്റർ നമ്മൾ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ലൈവ് ചെയ്ത സമയത്ത് കൂടെ പറയുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻ ടു അമീറ്റർ, അല്ലെങ്കിൽ സ്കെയിലിംഗ് അപ്പ് ഓഫ് അമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്നതാണ് ക്വസ്റ്റ്യൻ എന്ന് വന്നിട്ടുണ്ട്. പ്ലീസ് റിമെമ്പർ ഇറ്റ്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. നോക്കൂ, ഇനി നമുക്ക് പരീക്ഷകൾ നാളെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇനി ഇത് പഠിച്ചു വെക്കുക എന്ന് പറയുന്നതിൽ വലിയ പോയിന്റ് ഇല്ല. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ആക്ച്വലി എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നൗ a galvanometer having resistance of 200 ohm shows full deflection at 20 microamperes. If the galvanometer has to measure a current up to 20 milliampere, the shunt resistance required is basic principle ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻ ടു അമീറ്ററിന്റെ ഫോർമുലാസ് ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വെറും കറണ്ട് ഡിവിഷൻ റൂൾ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. നോക്കൂ, ഈ ഗാൽവനോമീറ്ററിലൂടെ 1 മൈക്രോ ആംപിയർ മാത്രമേ 20 മൈക്രോ ആംപിയർ മാത്രമേ പോകാൻ പാടുള്ളൂ. ഇത്രയും കറണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. നൗ ആ ആമിൽ എനിക്ക് 20 മില്ലി ആംപിയർ മെഷർ ചെയ്യിപ്പിക്കണമെങ്കിൽ ദി ഓൺലി വേ ഐ ക്യാൻ ഡു ഇറ്റ് is by making sure that even if I give 2 milliampere 20 milliampere through the entire setup, ഗാൽവനോമീറ്ററിലൂടെ 20 മൈക്രോ ആംപിയർ മാത്രമേ പോവുള്ളൂ. ദാറ്റ് ഈസ് ഈ 20 മില്ലി ആംപിയറിന്റെ കറണ്ട് ഡിവിഷൻ and the fraction of current that is, or the amount of current that is diverting towards the galvanometer will have to be 20 microampere. That is, ഇതിലൂടെ പോകുന്ന കറണ്ട്, that is actually IG, that is a current that is passing through here, this portion here, that is actually RS by RG plus RS of I. കറണ്ട് ഡിവിഷൻ റൂൾ ആണ്, വേറെ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. You just do the math, you get the answer as RS is equal to 200 by 999.
വളരെ ക്ലിയർ ആയിട്ട് വളരെ ഈസി ആയിട്ട് കിട്ടും. ഇത് 20 മൈക്രോ 20 മില്ലി ആണ്. 1/1000 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരും. ക്രോസ് മൾട്ടിപ്ലൈഡ് യു ഗെറ്റ് ആൻ ആൻസർ. യു ഗെറ്റ് ദി ആൻസർ വെരി വെരി ഈസിലി. നോക്കൂ, കറണ്ട് ഡിവിഷൻ റൂൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. നോ കോംപ്ലക്സിറ്റീസ്. വെരി സിമ്പിൾ ലോജിക്. ഓക്കെ, 20 ഒരു ഗിവൺ കറണ്ട് മൊത്തം കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ ഗാലനോമീറ്ററിലൂടെ അതിൻ്റെ മാക്സിമം എത്രയാണോ അത്രേ പോകാൻ പാടുള്ളൂ. ബാക്കി മുഴുവൻ ഡൈവേർട്ട് ചെയ്ത് ഷട്ടിലൂടെ പോയിട്ട് ഉണ്ടാവണം. ദാറ്റ്സ് ഹൗ വി സോൾവ് ഇറ്റ്. Next question. This is actually an Iredov question. ഇതിൻ്റെ കോൺസെപ്റ്റ് ഇറഡോവ് ക്വസ്റ്റിൻ്റെ കോൺസെപ്റ്റിലൊരു ക്വസ്റ്റ്യൻ ആണത്. ഇത് നമ്മൾ സാധാരണ ഈ ആവറേജ് സ്പീഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. പല ഡിസ്റ്റൻസുകൾ പല സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു, പല ടൈമുകൾ പല സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ അവസാനം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണിത്. ആ സെറ്റിൽ ഏറ്റവും ഡിഫിക്കൽട്ടി ഉള്ള വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന രീതി ചെയ്യുന്നതാണ്. പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, നമ്മൾ ഒരുപാട് തവണ ചെയ്യുന്നതാണ്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ കൈനമാറ്റിക്സ് പഠിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് വേരിയബിൾ ഫോമിലായിരിക്കും ഉണ്ടാവും. ഞാൻ ആ വേരിയബിൾ ഫോമിൽ എൻ്റെ മെത്തേഡ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വൺസ് യു നോ ദിസ് ഫോമുല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഫോമിൽ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഈ ഫോമിൽ എങ്ങനെയാണ് വരുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് S/2 കവർ ചെയ്യുന്നത് V0 സ്പീഡിലാണ്. അതിന് T0 സമയം എടുക്കുന്നു വിചാരിക്കുക. സെക്കൻഡ് ഹാഫ് ദൂരം S/2 ദൂരം കവർ ചെയ്യുന്നത് രണ്ട് സമയങ്ങളിൽ T/2 സമയത്ത് ഒരു V1 സ്പീഡിലും ബാക്കി T/2 സമയത്ത് ഒരു V2 സ്പീഡിലുമാണ്. ഓൾറൈറ്റ്, നൗ നമുക്ക് ആവറേജ് V ബാർ എന്ന് പറയുന്നത്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായാലും S ആണ് വരിക. ആലോചിച്ചറിയാലോ, S/2 + S/2 എഴുതുന്നില്ല, S ആണ് വരിക. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഈ T0 ആദ്യത്തെ സമയം, പിന്നെ രണ്ട് കഷ്ണമായിട്ടുള്ള T/2 അത് ഒന്നായിട്ട് ചേരുമ്പോൾ T തന്നെ ആയി വരും. വളരെ ക്ലിയർ ആണ്. S/T0 + T ആണ് വേണ്ടത്. നിങ്ങൾക്ക് ഇനി ആകെ T0നെയും Tനെയും എസിന്റെ ടേംസിലേക്ക് ആയി കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി സോൾവ് ഇറ്റ്. ഓക്കെ, നൗ അതെങ്ങനെ ചെയ്യും? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓൾറൈറ്റ്, ആ ഇക്വേഷൻ ഉപയോഗിച്ച് T0നെ, അതായത് ഈ സമയത്തിനെ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ബൈ കറസ്പോണ്ടിങ് സ്പീഡ് ആക്കി എഴുതി. വെരി ഈസിലി T0 is equal to S/V0. നൗ ഈ രണ്ട് സമയങ്ങളിൽ ഈ രണ്ട് വെലോസിറ്റികളിലൂടെ കവർ ചെയ്യുന്ന ദൂരം S/2 എന്ന് അറിയാലോ. സോ S/2 will be obtained when I multiply V1 with T/2 and add that with V2 multiplied with T/2. നോക്കൂ, ഈ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ സമയം കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ഈ സമയം കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ആഡ് ചെയ്യുമ്പോൾ S/2 കിട്ടണമല്ലോ. അത് ആഡ് ചെയ്യുമ്പോൾ ക്യാൻസലിംഗ് ഓഫിന് ശേഷം T is equal to S/V1 + V2. ഓക്കെ, ബ്രിങ് ദാറ്റ് ഹിയർ in this expression. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടാൻ പറ്റും. ഫൈനൽ ആൻസർ will be 2V0 into V1 + V2 divided by 2V0 plus V1 plus V2. Alright, just value substitute ചെയ്യുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ a person covers first half of a distance in 6 meters per second ആണ്. റെസ്റ്റ് ഹാഫ് വിത്ത് 9 meters per second ആണ്. ഇതിന്റെ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ആദ്യത്തെ ഹാഫ് ഒരു സെർട്ടൺ സ്പീഡിൽ കവർ ചെയ്യും. സെക്കൻഡ് ഹാഫിന്റെ ആദ്യത്തെ സമയം രണ്ട് സമയങ്ങളിലായിട്ട് ആദ്യത്തെ പകുതി സമയം ഒരു സ്പീഡിലും രണ്ടാമത്തെ പകുതി സമയം വേറൊരു സ്പീഡിലും ട്രാവൽ ചെയ്യും. ആവറേജ് സ്പീഡാണ് ചോദിക്കുന്നത്. ദിസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് എന്താ പറയുക, ഡിസ്റ്റൻസുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെയും ടൈം സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെയും ക്വസ്റ്റ്യൻസിൻ്റെ കോമ്പിനേഷനാണ്. ഓൾറൈറ്റ്, വെരി ക്ലിയർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ സെഷനിലും ഉണ്ടായിരുന്നു, സംശയമുണ്ട്. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. ഇറ്റ്സ് ആക്ച്വലി എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നൗ ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ഇൻ ഫാക്ട്. Now, find the potential at the center of a uniformly charged semicircular wire with uniform linear charge density. Yes, AR, Iredov aanale, you know this. Yes, you must have done this. Now, linear charge density 4 nanocoulomb per meter. നോക്കൂ, ഇതിനകത്ത് 4 nanocoulomb per meter ചാർജ് ഇരിക്കുന്നുണ്ട്. ഈ നടുക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ് ചോദിച്ചത്. If you have listened to the final lab live series that we conducted just before this session 2 examinations, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു സിമിലർ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഒരു പോയിന്റ് ഉണ്ട്, രണ്ട് സെമി സർക്കുലർ വയേഴ്സ് വെച്ചിട്ടുണ്ട്, നടുക്കുള്ള പൊട്ടൻഷ്യൽ ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് ഈ പോയിന്റ് ദാറ്റ് ഇസ് ഗോട്ട് എ സിമെട്രിക്കൽ അഡ്വാൻറ്റേജ് ചെയ്യുക. ഈ വയറിന്റെ എല്ലാ പോയിന്റുമായിട്ട് ഇക്വിഡിസ്റ്റന്റ് ആണ് ഈ പറയുന്ന പോയിന്റ് O. വിച്ച് മീൻസ് ഈ ടോട്ടൽ ചാർജ് കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. Q ടോട്ടൽ ബൈ R. വളരെ സിമ്പിൾ ആവും. ആ സിമ്പിൾ ആവുന്ന സിമെട്രി കൊണ്ടാണ്. അപ്പം ഇറ്റ്സ് വെരി ഈസി. ആകെ കാണാനുള്ളത് Q ടോട്ടൽ ആണ്. ലാംഡ തന്നിട്ടുണ്ട്, പെർ യൂണിറ്റ് ലെങ്ത് ഉള്ള ചാർജ് തന്നിട്ടുണ്ട്. ആൻഡ് ദെൻ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ചാർജ്. സോ πr ആണ് ഈ ലെങ്ത് വരിക. πr into ലാംഡ ആയിരിക്കും ടോട്ടൽ ചാർജ് വരിക. ദാറ്റ്സ് വാട്ട് യു ഹാവ് ഹിയർ. ഓൾറൈറ്റ്, വെരി ഈസിലി യു ക്യാൻ സോൾവ് ഇറ്റ്. 36 pi
വോൾട്ട് ആണ് ആൻസർ വരിക. ഓൾറൈറ്റ്, ഇറ്റ്സ് വെരി വെരി ഈസി. യു കൻ ഈസിലി സോൾവ് ദിസ്. ഓക്കെ, നൗ സിമിലർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുണ്ട്. യെസ്, നോട്ട്ബുക്കിൽ ആ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹീസ് റൈറ്റ്. നൗ യെസ്, കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ നമ്മുടെ ഫൈനൽ ആപ്പിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഓർമ്മിക്കാം. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An astronaut takes a body of mass smaller from the surface of the earth to an altitude r by 20. Okay, r is the radius of the earth and g is the acceleration due to gravity at the surface. Find the change in potential energy of the body. PE change in PE delta P is PE final minus PE initial. PE final will be minus gmm by r plus h. ഒരു altitude കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. മൈനസ് ഇനിഷ്യലിലുള്ളത് മൈനസ്, അതായത് ഇവിടെയുള്ള സമയത്തുള്ള പി എന്ന് പറയുന്നത് മൈനസ് ജി എം എം ബൈ ആറും ആയിരിക്കും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. എച്ചിനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് r/20 ആണ്. സോ വെറെവർ യു ഹാവ് എച്ച് ഈസ് r/20. അപ്പൊ എല്ലാ ആറിന്റെ ടേംസിലേക്ക് തന്നെ വരും. ഒരൊറ്റ മാനിപ്പുലേഷൻ ഇവിടെ ഓർക്കേണ്ടത്, ഇതാണ് നിങ്ങൾക്ക് ആൻസർ ഒരു സമയത്ത് കിട്ടുക. മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് r above and r below. ഒറ്റയടിക്ക് നിങ്ങൾക്ക് അത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഗ്രൂപ്പ് ദിസ് പോർഷൻ ഹിയർ and that becomes small g. അങ്ങനെ ആ ടേംസിലാണ് ആൻസർ വേണ്ടത്. ഇല്ലെങ്കിലും സി സപ്പോസ് ഇതാണ് നിങ്ങളുടെ ഓപ്ഷനിൽ ഇതിന് കമ്പയറബിൾ ആയിട്ടുള്ള വാല്യൂസ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ ഓപ്ഷനിൽ ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ് സ്മോൾ ജീൻ്റെ ഇൻവോൾവ്മെന്റ് വരുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയ എക്സ്പ്രഷനിൽ എങ്ങനെയെങ്കിലും സ്മോൾ ജീനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, നൗ next, energy associated with a photon is 1.42 electron volt. Find the wavelength of the photon. നോക്കൂ, E is equal to energy per photon, E is equal to hc by lambda. So lambda is equal to hc by E. hc എങ്ങനെ എടുക്കണം എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നിട്ടുണ്ട്. Do the math, you get the answer as 873.24 nanometers. All right, now next question. This is also one of the very interesting questions in this session. നമുക്ക് നോഡൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, കിർച്ചോഫ് വെച്ച് ചെയ്യാം. that is still fine, but I think nodal will actually be a little better. Okay, fine. നോക്കൂ, ഈ സർക്യൂട്ടിൽ ഈ ഒരു ആമിലൂടെ പോകുന്ന കറണ്ടാണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞത്. നോക്കൂ എങ്ങനെ ചെയ്യുന്നത്. രണ്ട് ജംഗ്ഷൻ ചൂസ് ചെയ്തു, J1 ഉം J2 ഉം. ഇത് 5 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ +5 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു. ഓക്കെ, ഈ രണ്ട് നോഡ്സിലെയും പൊട്ടൻഷ്യൽ. ഇത് എക്സ് എന്ന് കൊടുത്തു, ഇത് ഈ പോയിന്റ് വൈ എന്ന് കൊടുത്തു. അപ്പോൾ ഈ പോയിന്റ് വൈനേക്കാളും 10 അധികമായിരിക്കും, അത് മറക്കരുത്. ജംഗ്ഷൻ 2ലുള്ള പൊട്ടൻഷ്യൽ വൈനേക്കാളും 10 അധികമായിരിക്കും. ഓക്കെ, നൗ ഫസ്റ്റ് നോഡ് ഇവാലുവേറ്റ് ചെയ്യുക. ഫസ്റ്റ് നോഡ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൺവെൻഷൻ ഉണ്ട്. ആ നോഡിന്റെ പൊട്ടൻഷ്യൽ ഹൈ എന്നുള്ള മട്ടിൽ നമ്മൾ 3 ഭാഗത്തേക്കും എത്ര ആമിലേക്കാണുള്ളത് എല്ലാ ആമിലൂടെയുള്ള കറണ്ടിന്റെ സം 0 എന്ന് എഴുതും. അപ്പോൾ ആ കൺവെൻഷന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെക്കാട്ടും അയക്ക് ഹൈ പൊട്ടൻഷ്യൽ ആയിരിക്കില്ല ഉണ്ടാവുക. പക്ഷേ ഒരാളെക്കാട്ട് ഇയാൾ ലോ ആണെങ്കിൽ സൈൻ അത് ഹാൻഡിൽ ചെയ്തോളൂ അവിടെ ഉള്ളത്. ഓക്കെ, നെറ്റ് കറണ്ട് ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എഴുതുന്നത്. നെറ്റ് കറണ്ട് കമ്മിങ് ആൻഡ് ലീവിംഗ് ദ ജംഗ്ഷൻ 0 എന്നാണ് എഴുതുന്നത്. അപ്പം ആ കറണ്ടിന്റെ സൈൻ കൺവെൻഷൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫോളോ ചെയ്യുന്ന കൺവെൻഷനിൽ പ്ലസും മൈനസും വന്നത് ഹാൻഡിൽ ആയിക്കോളും. ഓക്കെ, യെസ്. നൗ ഈ പോയിന്റിൽ ഐ കൺസിഡർ എക്സ് ടു ബി ദ ഹൈസ്റ്റ് പൊട്ടൻഷ്യൽ. x-5/2 നോക്കൂ, x-5/2 ആണ് ഈ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കറണ്ട്. ഓക്കെ, കറണ്ട് ഒക്കെ ജംഗ്ഷൻ നെറ്റ് കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അതിൽ ചില ആൾക്കാർ തിരിച്ചായിരിക്കും വരേണ്ടത്, അവിടെ മൈനസ് വന്നോളും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൺവെൻഷൻ അത് ഹാൻഡിൽ ചെയ്തോളൂ. ഓൾറൈറ്റ്, നൗ x-5/2 പ്ലസ് x-0 ഡിവൈഡഡ് ബൈ 2 പ്ലസ് x-y ഡിവൈഡഡ് ബൈ 1. ഇതിപ്പോൾ എല്ലാ ബ്രാഞ്ചിലേക്കുള്ള കറണ്ട് ഫ്ലോനെ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ചില ബ്രാഞ്ചിൽ നിന്ന് കറണ്ട് ഇൻവേർഡാ വരിക, ചില ബ്രാഞ്ചിൽ നിന്ന് കറണ്ട് ഔട്ട്വേർഡാ പോവുക. അതിന്റെ കാരണം എക്സും ആ പൊട്ടൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം എക്സാക്ട്ലി നമുക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് സൈൻ ഹാൻഡിൽ ആയിക്കോളും, നിങ്ങൾ പേടിക്കണ്ട. ഓൾറൈറ്റ്, നൗ ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇസ് വൺ ഇക്വേഷൻ ഹിയർ. സെക്കൻഡ്, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ് നോഡ് ഹിയർ J2. ഓക്കെ, നൗ J2ലേക്ക് നോക്കുന്ന സമയത്ത് J2ന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ y+10 ആണെന്നുള്ള കാര്യം മറക്കരുത്. വൈന്റെ പൊട്ടൻഷ്യൽ +10 ആണ്. സോ ഈ ആമിന്റെ കാര്യം പറയുമ്പോൾ y+10 -5 ഡിവൈഡഡ് ബൈ 4 അതാണ് ഈ ആമിലൂടെയുള്ള കറണ്ട്. പ്ലസ് ഇയാളുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അടുത്തത് അഗൈൻ y+10 -0/4, അതായത് ഈ ആമിലെ കറണ്ട് എന്ന് പറയുമ്പോൾ y+10 -0/4. ഓക്കെ, നൗ ദെൻ ഈ ആമിലൂടെ വരുന്ന കറണ്ട് നമുക്ക് എങ്ങനെ എഴുതിയാലും ധാരാളമാണ്. ഇത് ഒരൊറ്റ ആമാണ്, ഒരൊറ്റ കറണ്ട് എവിടെ ഉണ്ടാവാൻ പറ്റുള്ളൂ. സോ യു കെൻ ഈസിലി റൈറ്റ് ഇറ്റ് ആസ് y - x ഡിവൈഡഡ് ബൈ 1, എക്സാക്ട്ലി ദ സെയിം 1. ഇത് ഹൈ എന്നുള്ള മട്ടിൽ എഴുതുമ്പോഴാണ് കൺവെൻഷൻ മാറുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വൈ കറണ്ട് ഇതാ ജംഗ്ഷനിലേക്ക് വരിക എന്നുള്ള മട്ടിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓൾറൈറ്റ്, ഫൈൻ. സോറി ഈ y ആണ് ഹയർ, കറണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഹയർ നിന്ന് ലോവറിലേക്കല്ലേ പോവുക. y - x = 0 എന്ന് y - x എന്ന് പറയുമ്പം ഹയർ പൊട്ടൻഷ്യൽ ഇയാളാണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. Again, that will give you a different equation. Okay,
merge those equations, solve it, you'll easily get y as minus 2.5 and x as 0. നോക്കൂ, ഇനി ഈ ആമിലെ കറണ്ട് വളരെ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. I is equal to x minus y, the resistance, and that is easily evaluated. 2.5 ആംപിയർ ആണ് ആൻസർ വരിക. നോക്കൂ, നിങ്ങൾ ഈ ജംഗ്ഷൻ 2ൻ്റെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടുകളുടെ സം 0 എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും ലീവ് ചെയ്യാന്നുള്ള അസംഷൻ എടുക്കുക. ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ y + 10 - 5 ആണ് ഇങ്ങോട്ട് പോകുന്ന കറണ്ട് ബൈ 4. ഇങ്ങോട്ട് പോകുന്ന കറണ്ട് y + 10 - 0/4. ഇങ്ങോട്ട് പോകുന്ന കറണ്ട് അത് തന്നെയാണല്ലോ ഇതിലൂടെയും പോകുന്ന കറണ്ട്. ദാറ്റ് ഇസ് y minus x by that's how you solve it. Okay, ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. 2 ഇക്വേഷൻ കിട്ടും, സോൾവ് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇറ്റ്സ് ആക്ച്വലി എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഇറ്റ്സ് ആക്ച്വലി സർപ്രൈസിംഗ് ക്വസ്റ്റ്യൻ കൺസിഡറിംഗ് ദ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് that has been asked in this session. Now, next question. An object of diameter capital D has a cavity of diameter small d as shown. Relative density of the material of the object is sigma. Find capital D by small d such that the object just completely submerges in water. ഇതിന് സിമിലർ ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് കംപ്ലീറ്റ്ലി സബ്മേർജസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബോഡിയുടെ കംപ്ലീറ്റ് വോളിയം ഇൻസൈഡ് വാട്ടർ ആണ്, അണ്ടർ വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ പറയുന്ന എക്സാക്ട് ബോയിങ് ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ബോയിങ് ഫോഴ്സ് വരിക മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കുക, ജസ്റ്റ് സബ്മേർജസ് എന്ന് പറഞ്ഞാൽ ബോയിങ് ഫോഴ്സ് മുകളിലേക്കുള്ള അപ്ത്രസ്റ്റും താഴത്തേക്കുള്ള വെയിറ്റും എക്സാക്ട്ലി മാച്ച് ചെയ്യണം. ഞാൻ ആ കേസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, ബോയിങ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ആ ബോഡിയുടെ എൻറ്റയർ വോളിയം വെള്ളത്തിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് വിൽ ബി ബേസിക്കലി വി ഇറ്റ്സെൽഫ്. അതിൻ്റെ വോളിയം ഇറ്റ്സെൽഫ് ആണ്. ഓക്കെ, എൻറ്റയർ വോളിയം ഇറ്റ്സെൽഫ് ആണ്. That multiplied with rho liquid G. V rho liquid G ആയിരിക്കും ബോയിങ് ഫോഴ്സ് വരിക. That's what we have here. V rho liquid G. V വരിക, എൻറ്റയർ വോളിയം ആണ് V വരിക. അത് മനസ്സിലാക്കണേ. ഔട്ടർ റേഡിയസും വെച്ച് മാത്രമുള്ള വോളിയം. ഓക്കെ, that is 4/3 pi diameter തന്നിട്ടുള്ളത്. So I'll have to make it d/2. Then that cube into rho Lg ആണ് വരിക. ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഇവിടെ വെക്കുക. Now that should be equal to mg, weight of this body. വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുമ്പം ഈ ബോഡിയുടെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഇൻറ്റു ജി. ഈ ബോഡിയുടെ വോളിയം എന്ന് പറയുമ്പോൾ ഇതിൽ ക്യാവിറ്റി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ബോഡിയുടെ ആക്ച്വൽ വോളിയം ഇത്രയും ദൂരം മാത്രമേ, ബോഡിയുടെ മാസ് ഇരിക്കുന്ന വോളിയം ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ. ആ ബോഡിയിൽ മാസ് റിസൈഡ് ചെയ്യുന്ന വോളിയം ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പം മാസ് കിട്ടാൻ വേണ്ടിയിട്ട് വിൽ ഹാവ് ടു മൾട്ടിപ്ലൈ വോളിയം വിത്ത് ഡെൻസിറ്റി ഓഫ് ദ ബോഡി. ആ വോളിയം എന്ന് പറയുന്നത് മാസുള്ള വോളിയം തന്നെ വേണമെന്നുള്ളത് കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഇത് മാത്രമേ പറ്റുള്ളൂ. അതാണ് നമ്മൾ 4/3 pi d/2 ക്യാപിറ്റൽ d/2 ക്യൂബ് മൈനസ് 4/3 pi സ്മോൾ d/2 ക്യൂബ് ചെയ്തത്. ആ വോളിയം കിട്ടുക, അത് മാസ് ഉള്ള വോളിയം. അതുകൊണ്ട് കേട്ടോ, ഈ മാസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി റോ ബോഡി ചെയ്യുന്നത്. അപ്പം വോളിയം എന്ന് പറയുന്നത് ബോഡി കവർ ചെയ്യുന്ന എൻറ്റയർ വോളിയം അല്ല, അതിൻ്റെ അകത്ത് മാസ് ഇരിക്കുന്ന വോളിയമാണ്. ആ കാര്യം മനസ്സിലാക്കുക. ഓൾറൈറ്റ്, നൗ then we just solve it, rearrange ചെയ്യുക, you get this expression here. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, റിലേറ്റീവ് ഡെൻസിറ്റി ആണ് സിഗ്മ തന്നിരിക്കുന്നത്, which actually means റോ ബോഡി ബൈ റോ ലിക്വിഡ് ആണ്. ഈ എക്സ്പ്രഷൻ ഇവിടെ എത്തുന്ന സമയത്ത് ഒരുപാട് ക്യാൻസലിംഗ് ഓഫ് നടക്കും. ഇവിടെ എത്തും, എത്തിയതിനു ശേഷം റോ ബോഡി ബൈ റോ ലിക്വിഡ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഹാസ് ടു ബി റീപ്ലേസ്ഡ് വിത്ത് സിഗ്മ. Okay, rho body by rho liquid is sigma. അപ്പം എക്സ്പ്രഷൻ റീഅറേഞ്ച് ചെയ്യുക. ദിസ് ഇസ് ഫൈനലി വാട്ട് യു ഗെറ്റ്. ക്യാപിറ്റൽ D by small d is equal to sigma by sigma minus 1 raised to 1/3. നോക്കൂ, ഈ ക്യൂബിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂബ് റൂട്ട് എടുക്കേണ്ടി വരും മറ്റേ സൈഡിലേക്ക്. ഇറ്റ്സ് ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ. ഈ കോൺസെപ്റ്റ് ഒന്ന് ക്ലിക്ക് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ബോയിങ് ഫോഴ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട വോളിയം എന്താണ്, മാസ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട വോളിയം എന്താണെന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെക്കാം. സിമിലർ ക്വസ്റ്റ്യൻ ഉള്ളത്, ഡെൻസിറ്റിക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ട് ആ ബോഡിയുടെ മാസ് വേറെ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതേ ക്വസ്റ്റ്യൻ്റെ ഒരു വേരിയൻ്റ് ആണ്. ക്യാവിറ്റി ഉണ്ടാവില്ല, പക്ഷേ ഡെൻസിറ്റിക്ക് ഒരു ഫംഗ്ഷൻ തരും. റോ ഇസ് ഈക്വൽ ടു സം റോ 0 × 1 പ്ലസ് സേ R by capital R. അങ്ങനെ ഒരു എക്സ്പ്രഷൻ തരും. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ മാസ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ഇതിന് സിമിലർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. Now, next. In an adiabatic process, gamma is equal to 3/2. A gas expands to double its initial volume. Find the work done by the gas if the initial temperature is capital T. നോക്കൂ, Tയുടെ ടേംസിൽ ആൻസർ വേണം. എക്സാക്ട് സിമിലർ ക്വസ്റ്റ്യൻ, എക്സാക്ട് ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് 2 ഷിഫ്റ്റിൽ മുന്നേ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. വിൽ ജസ്റ്റ് സീ ഹൗ ദാറ്റ് ഇസ് ബീങ് ഡൺ. നോക്കൂ, ടെമ്പറേച്ചറിൻ്റെ ടേംസിലും വോളിയത്തിൻ്റെ ടേംസിലുമാണ് ഈ അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്.
right away you should actually think about the equation TV raised to gamma minus 1 is a constant. ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ഇനിഷ്യൽ വോളിയം അറിയാം, ഫൈനൽ വോളിയം അറിയാം, ഇനിഷ്യൽ ടെമ്പറേച്ചർ T എന്ന് പറഞ്ഞിട്ട് ഫൈനൽ ടെമ്പറേച്ചർ T കണ്ടുപിടിക്കുക. Okay, that's very easy. Why do we choose this specific equation here? That is because we know that the data is given in terms of volume and temperature. അപ്പോൾ വോളിയവും ടെമ്പറേച്ചറും കണക്ട് ചെയ്യുന്ന അഡയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് TV raised to gamma minus 1 is a constant ആണ്. അത് ഉപയോഗിച്ച് നിങ്ങൾ ഫൈനൽ ടെമ്പറേച്ചർ ഇവാലുവേറ്റ് ചെയ്യുക. Now, work done by a gas in an adiabatic process is W is equal to nR T initial minus T final by gamma minus 1. T initial capital T എന്നറിയാം, T final നമുക്ക് ഈ മെത്തേഡിൽ ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് ഇവാലുവേറ്റ്സ് ടു T by √2. നമ്പർ ഓഫ് മോൾസ് 1 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഗാമ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 3 by adiabatic constant is 3/2. Just use all the values, do some simplification, you get W is equal to RT into 2 minus √2. All right, that's a very easy question. ഈ ഒരു ഭാഗം ചെയ്യുക, there is one stage and then you bring it back to the main equation, second stage. Easy ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വെരി സിമിലർ ക്വസ്റ്റ്യൻ രണ്ട് ഷിഫ്റ്റും. I think the first day itself, I think, or the second day ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, സിമിലർ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. All right, now next, we don't have any more questions from shift 1. Or we'll now morning shift the questions കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കയ്യിലുള്ള questions കഴിഞ്ഞിട്ടുണ്ട്. We'll now move to the evening shift, questions in the evening shift. Morning shiftലെ questions നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളതുണ്ട്. കോൺസെപ്ച്വലി സ്ട്രോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ പ്ലീസ് റിമെമ്പർ ഹൗ ദാറ്റ് ഇസ് ബീങ് ഡൺ. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് സെഷൻ 2ലെ ഷിഫ്റ്റ് 2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയമെൻഷൻ ഫോർമുല ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അറിയാവുന്ന ഇക്വേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആയിട്ട് ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് L is equal to NH/2π എന്നുള്ള ഇക്വേഷനാണ്. N-ഉം 2π ഒന്നും ഡയമെൻഷൻസ് ഉണ്ടാവില്ല. L will have the same dimension as that of H. So H-ന്റെ ഡയമെൻഷൻ ആംഗുലർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ആയിരിക്കും MVR. You can just give the values, give the corresponding dimensions, you will get the answer. Very simple, very straightforward. Now, next question. Find the magnitude of force F if the given system is in equilibrium. നോക്കൂ, ഇക്വിലിബ്രിയം കേസിൽ നിങ്ങൾ സോൾവ് ചെയ്യുമ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻസിൽ ഒന്നായിരിക്കണം ഇത്. ഒരു സ്ട്രിങ് ഹാങ് ചെയ്യുന്നുണ്ട്, ആ സ്ട്രിങ്ങിന് ഒരു ഭാഗത്തേക്ക് പുള്ളി ചെയ്തൊരു F ഫോഴ്സ് കൊടുത്ത് വെച്ചിരിക്കുന്നു. വാട്ട് ഇസ് ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഷുവർ യു മസ്റ്റ് ഹവ് ഡൺ ദീസ് ക്വസ്റ്റ്യൻസ്. ഇറ്റ്സ് വെരി സിമ്പിൾ. F ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ട് ടെൻഷൻ ഉണ്ടാവും, താഴത്തേക്ക് വെയിറ്റും ഉണ്ടാവും. ഓക്കെ, ടെൻഷന്റെ T സൈൻ തീറ്റയാണ് MGനെ ബാലൻസ് ചെയ്യുന്നത്, ആൻഡ് T കോസ് തീറ്റനെ F ആണ് ബാലൻസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം ആയതുകൊണ്ട്. Just write down those equilibrium equations. Very easily you will find that mg/f is equal to tan theta. 45 degree തന്നതുകൊണ്ട് തന്നെ tan 45 will be 1. Now this ഇവിടെ തന്ന ആംഗിൾ ഇവിടെയാണ് 45 എങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് തീറ്റ 45 എടുത്തിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ 45 ആണ്, ഇറ്റ് ആക്ച്വലി വർക്ക്സ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കണേ. Now അല്ലെങ്കിൽ തീറ്റ ഏത് ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുന്നു അവിടെയാണ് കോസ് കോമ്പണന്റ് ഉണ്ടാവുക, മറ്റേ ഭാഗത്തേക്കാണ് സൈൻ കോമ്പണന്റ് ഉണ്ടാവുക. Now the answer will be easily obtained as 10 Newton. You can very easily simplify this. It's a very, very simple question. Okay, fine. Yes. Yes, AR, you have done that. I'm very sure. All right. Now, next. The equivalent resistance between terminals A and B in the network shown below is. Noku, there is a perpendicular symmetry here along this axis. അപ്പോൾ ഈ ചാനലിലൂടെ പോകുന്ന കറണ്ടും ഈ ചാനലിലൂടെ പോകുന്ന കറണ്ടും ഈ ചാനലിലൂടെ പോകുന്ന കറണ്ടും അൺഎഫക്റ്റഡ് ആയിരിക്കണം. അതായത് നോക്കൂ, the current that is moving in this direction should match with the current flowing across this. ഇതിലൂടെ പോകുന്ന കറണ്ടിനെ മാച്ച് ചെയ്യണം, ഇതിലൂടെ പോകുന്ന കറണ്ടിനെ മാച്ച് ചെയ്യണം, which actually means ആ കണക്ഷൻസ് നിങ്ങൾക്ക് ഡിസ്ലോഞ്ച് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, ആ നടുക്കുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് ഡിസ്ലോഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഓൾസോ യൂസ് പാരലൽ സിമെട്രി ആൻഡ് ദെൻ ഡിസ്ലോഞ്ച് വാട്ട് എവർ ഇസ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ഫൈൻ. അങ്ങനെ ഡിസ്ലോഞ്ച് ചെയ്യുമ്പോൾ ദിസ് ഇസ് വാട്ട് യു ഗെറ്റ്. വെരി സിമ്പിൾ നെറ്റ്വർക്ക്, R and then you have 2R. 2Rs in parallel. So 2R/3 വരും, അതിന്റെ കോമ്പിനേഷൻ. Then you have R and R, 8R/3 ആണ് ആൻസർ വരിക. You're using perpendicular symmetry for this solution. അത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. You can easily solve it. Now, next question. The nuclei at rest breaks into two parts with mass ratio 1:2. The ratio of their velocity and the direction is. നോക്കൂ, ഒരു കാര്യം ഉറപ്പാണ്, എക്സ്പ്ലോഷൻ സംഭവിക്കുകയാണ് റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ബോഡിയുടെ. നെറ്റ് മൊമെന്റം ഇനീഷ്യൽ 0 ആണ് വരിക. അപ്പോൾ ഫൈനൽ നെറ്റ് മൊമെന്റും ഫൈനൽ ടോട്ടൽ മൊമെന്റ് ഓഫ് സിസ്റ്റവും 0 തന്നെ വരണം. അപ്പോൾ ഒരാൾ മുന്നോട്ട് പോയാൽ അതിനെ 0 ആക്കാൻ മറ്റേ ആൾ ബാക്കോട്ട് പോയേ നിർത്തിയുള്ളൂ. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്. നൗ
ഈ മൊമെന്റം ഈക്വൽ ആയിരിക്കണം, വാല്യൂ ഈക്വൽ ആയിരിക്കണം. സോ m1 v1 ഷുഡ് ബി ഈക്വൽ ടു m2 v2. റീഅറേഞ്ച് ചെയ്യുക. m2 by v1 by v2 will be m2 by m1, that is 2:1. വെരി ഈസി ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. Now, two cars A and B moving towards each other with speeds 20 meters per second each when 300 meters apart. They both apply brakes, which causes a deceleration of 2 meters per second square. The distance between them when they stop will be. നോക്കൂ, ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. S is equal to ut minus half at സ്ക്വയറിൽ. ഒന്ന് ഇയാൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും കണ്ടുപിടിക്കാം. S is equal to ut minus half at സ്ക്വയർ. അതിന് നിങ്ങൾക്ക് 300 ആ രണ്ട് സമ്മിനെയും കൂടെ 300 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റീവ് എന്നുള്ള കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം. റിലേറ്റീവ് വെലോസിറ്റി സ്ക്വയർ is equal to u relative square plus 2a relative s relative. v square is equal to u square plus 2as ന്റെ ഫോമാണിത്. Now, ഫൈനലി സ്റ്റോപ്പ് ചെയ്യായതുകൊണ്ട് വി റിലേറ്റീവ്സ് ഇത് 0 വരും. യു റിലേറ്റീവ്സ് 20 20 40 ആണ് വരിക. ഓൾറൈറ്റ്, 40 ആണ് അത് വരിക. ഓക്കെ, നൗ നെക്സ്റ്റ് എ റിലേറ്റീവ്സ് -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, സ്റ്റോപ്പിംഗ് ആണ്, അതായത് റിഡ്യൂസിങ് വെലോസിറ്റി. നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് മറ്റേ ടേംസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഓൾറൈറ്റ്, നൗ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ as s relative is equal to 40 square. That is u relative square divided by 2 into a relative. That is what we have here. S relative is 40 square divided by 8. 200 കിട്ടും. Our relative displacement is 200, which actually should be subtracted from the initial relative separation. You get 100. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം ഇതല്ല ശരിക്കും. ഇൻഫാക്ട് ദ സിംപ്ലസ്റ്റ് വേ ടു ഡു ദിസ് ഇസ് ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്ത് എഴുതുക, എന്നിട്ട് 300 കുറയ്ക്കുക എന്നുള്ളതാണ്. ഇത് കുറച്ചുകൂടെ നിങ്ങൾക്കൊന്ന് ആ ടേംസുമായിട്ട് നിങ്ങൾ ഭയങ്കര യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ആ ടേംസ് നിങ്ങൾക്ക് അത്ര യൂസ്ഫുൾ അത്ര യൂസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഓക്കെ ഫൈൻ എങ്ങനെയാണത് റിലേറ്റീവ് എടുക്കുക, അപ്പോൾ സയൻസ് എന്താ ചെയ്യുക, നിങ്ങൾ ഏതെങ്കിലും ഒരാളെ സ്റ്റേഷനറി ഒക്കെ എടുത്തുകൊണ്ട് മറ്റേയാളുടെ വാല്യൂസ് ഹാൻഡിൽ ചെയ്താൽ മതി. ഇറ്റ്സ് വെരി വെരി ഈസിലി പോസിബിൾ ഹിയർ. റൈറ്റ്, അപ്പോൾ ഇയാളെ സ്റ്റേഷനായിട്ട് എടുക്കുകയാണെങ്കിൽ യു ക്യാൻ വെരി ഈസിലി ഫൈൻഡ് ഔട്ട് വി എ മൈനസ് വി ബി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ ദാറ്റ് വേ. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ എ മോണോആറ്റമിക് ഗ്യാസ് ഫ്രം എ ടു ബി. Here the temperature of temperature of the gas changes from 330 Kelvin to 300 Kelvin. The process follows equation PV raised to 3 is a constant. This is actually a case of polytropic process where n is equal to PV raised to n is a constant. N is equal to, see, PV raised to n is a constant. N is equal to 3 കൊടുത്തു കഴിഞ്ഞാൽ this is what you get. That is exactly this process here. നോക്കൂ, പോളിട്രോപിക് പ്രോസസിന്റെ വർക്ക് ഡൺ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണിത്. W is equal to work done by the gas is equal to nR T initial minus T final. N minus 1. N is the exponent, the power of V in the equation. PV raised to n is a constant. Alright, now അപ്പോൾ ആ n ഇവിടെ 3 ഉപയോഗിക്കുക. ബാക്കി എല്ലാ ഡേറ്റയും തന്നിട്ടുണ്ട്. You can easily get the answer as 124.5 joules. That is how you get it. ആറിൻ്റെ വാല്യൂ ഉപയോഗിക്കുക, 8.3 എന്നുള്ള വാല്യൂ ഉപയോഗിക്കുക. യു വിൽ ഗെറ്റ് ദി ആൻസർ വെരി ഈസിലി. നോക്കൂ, പോളിട്രോപിക് പ്രോസസ് നന്നായി പഠിച്ചു വെക്കുക. യു മേ നീഡ് ഇറ്റ് ഇൻ ദ ഫ്യൂച്ചർ. നൗ നെക്സ്റ്റ്, അഡ്വാൻസിനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Two bubbles having radii RA and RB having excess pressures PA and PB in them. If PA is equal to 3 times PB, find RA by RB. It's a very easy question. Excess pressure inside a bubble ആണ് കേട്ടോ. 4 sigma by R ആണ് വരിക. Okay, basically excess pressure is inversely proportional to the radius. That is what you get. So PA by PB will be equal to RB by RA. Alright, PA by PB ഇതിന്റെ അകത്ത് വളരെ ക്ലിയർ ആണ്. PA by PB 3 ആയിരിക്കും. You put 3 here. 3 is equal to RB by RA. Rearrange ചെയ്യുക. RA by RB is equal to 1:3. That is what you get. Very easy question. Now നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് റേ ഓപ്റ്റിക്സിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ദിസ് ക്വസ്റ്റ്യൻ വാസ് വൺസ് IITസിനെ കണ്ടക്ട് ചെയ്യുന്ന മറ്റൊരു എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്, മാത്രമല്ല ഇതിന്റെ പല വേരിയന്റുകളും ഉണ്ട്. നൗ ഇൻ ദ ഗിവൺ റേ ഡയഗ്രാം, ഇഫ് ദ ഡിസ്റ്റൻസ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഇൻ സെന്റിമീറ്റേഴ്സ് ബിറ്റ്വീൻ 2 കോൺവെക്സ് ലെൻസസ്. നമുക്ക് 2 കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഡയഗ്രാം ടെൽസ് യു ദാറ്റ് ദർ ഇസ് എ പാരലൽ റേ സ്ട്രൈക്കിംഗ് ദ ഫസ്റ്റ് കോൺവെക്സ് ലെൻസ് that goes along, striking through the principal axis, and then reaches the second lens and then goes again parallel to the principal axis if both these lenses are kept along the same particular line.
സെയിം പ്രിൻസിപ്പൽ ആക്സിലാണ് രണ്ട് ലെൻസും വെച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട് റേ പാരലായിട്ട് വന്ന് ഫസ്റ്റ് ലെൻസിൽ നിന്ന് റിഫ്രാക്ട് ചെയ്ത് പോയി സെക്കൻഡ് ലെൻസ് സ്ട്രൈക്ക് ചെയ്ത് അവിടുന്നും പാരലായിട്ട് തന്നെയാണ് പോകുന്നത്. നോക്കൂ, ഒരു റേ പാരൽ റേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ഫോക്കസ് കൂടിയാ പാസ് ചെയ്യുക. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ഡെഫിനറ്റ്ലി ഹാവ് ടു ബി ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ലെൻസ്. ഓക്കെ, അതാണ് 10 സെന്റിമീറ്റർ. സോ F1 വിൽ ബി ഈക്വൽ ടു 10 സെന്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കേട്ടോ, രണ്ട് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തും ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ജസ്റ്റ് റൈറ്റ് ദാറ്റ് ഡൗൺ ഹിയർ. F1 is equal to, one second please, F1 is equal to, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ ഡേറ്റ, F1 is equal to how much is that, 10 centimeters, and F2 is equal to 5 centimeters എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു തരുന്നുണ്ട്. 15 centimeters എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അത് ക്വസ്റ്റ്യൻ്റെ ഭാഗമാണ്. ഐ ജസ്റ്റ് മിസ്ഡ് ഇറ്റ് ഹിയർ. നൗ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഈ സ്ട്രൈക്ക് ചെയ്യുന്ന ഈ പോയിന്റിലേക്കുള്ള ദൂരം 10 സെന്റിമീറ്റർ ആയിരിക്കും. നൗ ആഫ്റ്റർ റിഫ്രാക്ഷൻ കോൺവെക്സ് ലെൻസിൽ നിന്ന് പാരലൽ ആയിട്ട് റേ പോകണമെങ്കിൽ ആ റേ എവിടുന്ന് വരുന്നതായിരിക്കണം? റിവേഴ്സിബിലിറ്റി ആലോചിക്കുക. ഫോക്കൽ പോയിന്റ് ഓഫ് ദ സെക്കൻഡ് ലെൻസ് നിന്ന് വരുന്നത് കൊണ്ടാണ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ആ റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സ് ആയിട്ട് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ഓൾസോ ഹാവ് ടു ബി ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് ലെൻസ്, which actually means that has to be 15 centimeters. So ഈ സെപ്പറേഷൻ ഈ കറക്റ്റ് ആയിട്ട് ഇൻപുട്ട് പാരലൽ ബീം വരിക, ഔട്ട്പുട്ട് പാരലൽ ബീം പോവുക, അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ വിത്ത് ടു കോൺവെക്സ് ലെൻസസ് വിൽ ഓൾവേസ് ഹാവ് the separation between them as the sum of the individual focal lengths. Okay, ആ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക. It's actually very yes that question is from JAM. Yes, you're right, AR. Now അപ്പം ഇതാണ് അതിൻ്റെ മെത്തേഡ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു അഡീഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദിസ് ഇസ് ഹൗ യു സോൾവ് ഇറ്റ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആൻഡ് ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക, നെക്സ്റ്റ് ടൈം വെൻ യു ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ, ഈ ഇൻപുട്ട് ബീമിന്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ബീമിന്റെ ഡയമീറ്ററിനെ കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ കാണാൻ പറ്റും. വെരി സിമ്പിൾ ഹിയർ. നിങ്ങൾക്ക് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുന്നുള്ള പ്രിൻസിപ്പിളാണ് നിങ്ങൾ അത് ചെയ്യുക. ഇറ്റ്സ് എ വെരി സിമ്പിൾ സൊല്യൂഷൻ. അതുകൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇൻപുട്ട് ബീമിന് പാരലൽ ആയിരിക്കും, മീൻസ് ഇൻപുട്ട് ബീമിന്റെ റേഡിയസും ഔട്ട്പുട്ട് ബീമിന്റെ റേഡിയസും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. പ്ലീസ് ഇവാലുവേറ്റ് ഇറ്റ്. ഓൾറൈറ്റ്, നൗ we look at the next question. Find the work done in joules by force F is equal to 3x square plus 2x minus 5 in moving a particle at x equal to 2 to x equal to 4. Very simple question. Work done by variable force. I hope you guys have done this before. Work done by variable force on W is equal to integral f of x dx from x initial to x final. All right, x initial 2 ആണ്, x final 4 ആണ്. We have given that here. Function of force എടുക്കുക, dx ചെയ്യുക. All right, do the integral. You can easily get the expression here. വളരെ ഭംഗിയായിട്ടുള്ള കോഎഫിഷ്യൻസ് ആണ് തന്നിട്ടുള്ളത്, so that they cancel off very easily. അപ്പം ആ ക്യാൻസലിംഗ് ഓഫിന് ശേഷമുള്ള ആ എക്സ്പ്രഷൻ നോക്കുക. The answer after substituting the limits, you'll get it as 58 joules. All right, now next question. Final question in this set, I guess. Yes, it is a final question. Now, there is an imaginary cube of side 2 meters as shown where the edges are along the x-axis, along the axis. Anyways, the electrostatic force, the electrostatic field varies as E of x, electric field as a function of x is equal to 2x I cap. നോക്കൂ, I cap directionലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. എല്ലാ എഡ്ജും ഈ ക്യൂബിന്റെ എല്ലാ എഡ്ജും ആക്സിസിന് എലോങ് അല്ല. ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഒരു എഡ്ജ്, ഒരു വേർട്ടെക്സ്, ഒരു എഡ്ജ് എലോങ് എക്സ് ആക്സിസ് ആണ്, ബാക്കി എഡ്ജസ് ഒക്കെ ആർ ഓൺ ഡിഫറെന്റ് സൈഡ്സ്. നൗ ഈ ദൂരം 2 മീറ്റർ ആണ്, അതായത് ക്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ദൂരം തന്നെ 2 മീറ്റർ വിട്ടിട്ടാണ് ഫ്രം ദ ഒറിജിൻ. Then the cube has a side length of 2 meters. Now, ഇലക്ട്രിക് ഫ്ലക്സ് കാണാനാണ് പറഞ്ഞത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ബേസിക്കലി ഈസ് E dot A, which is EA cos theta. If the angle between the electric field intensity vector and the area vector is 90 degrees, there will not be any flux. കാരണം cos theta cos 90 0 ഇപ്പോൾ. ഇവിടെ ആക്ച്വലി ഫ്ലക്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 2 സർഫസുകളേ ഉള്ളൂ. For all other surfaces, you have, one second, for all other surfaces, no, one second, there is actually a change here. Okay, now ABCD എന്നുള്ളൊരു സർഫസ് ഉണ്ട് ഇവിടെ, and then there is FHGE, ഈ 2 സർഫസ് ഉണ്ട്. ഈ 2 സർഫസിനും കൂടെ ഫ്ലക്സ്, ഈ 2 സർഫസിന്റെ ഏരിയ വെക്ടറും നോക്കൂ, ശ്രദ്ധിക്കുക. I'll just redo it once again. ഒന്ന് ഫോക്കസ് ചെയ്യുക. Remember, first thing is
ഡി എച്ച് ജി സി ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതിന്റെ ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ് വരിക, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഡെഫിനറ്റ്ലി അവർ തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആണ്. സോ ദാറ്റ് മീൻസ് അവിടെ ഫ്ലക്സ് ഉണ്ടാവും, നോൺ സീറോ ഫ്ലക്സ് ഉണ്ടാവും. ഓക്കെ, നൗ ദിസ് ഏരിയ ഹിയർ, ദിസ് പ്ലെയിൻ ഹിയർ, ആൻഡ് that plane will have an area vector outside this direction and the electric field is in this direction. അവിടെയും നോൺ സീറോ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവും. നൗ ഈ ഒരു പ്ലെയിൻ നോക്കുക, ആ പ്ലെയിൻ്റെ ഏരിയ വെക്ടർ മുകളിലോട്ടും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും 90 ഡിഗ്രിയാണ് ഏരിയ വെക്ടറും പ്ലെയിൻ എന്താ പറയുക ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് തമ്മിൽ. അപ്പോൾ അവിടെ ഫ്ലക്സ് ഉണ്ടാവില്ല 90 ഡിഗ്രി ആയതുകൊണ്ട്. നൗ ഫോർ ദിസ് ഫേസ് ഹിയർ ഈ എച്ച് നോക്കൂ, ഇ എച്ച് ജി എഫ് എന്നുള്ള ഒരു ഫേസ് ഉണ്ടല്ലോ, അതിൻ്റെ ഏരിയ വെക്ടർ ഇങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. ആക്ച്വലി ദിസ് ഇസ് റൈറ്റ്. ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്ന രണ്ട് ഫേസുകളാണ് ഇവിടെ ഉണ്ടാവുക. ദാറ്റ് ഇസ് വൺ ഫേസസ് എ ബി എഫ് ഇ, ഈ ഒരു ഫേസും സെക്കൻഡ് ഫേസ് ഇസ് ദിസ് ഫേസ് ഹിയർ. ബാക്കി എല്ലാ ഫേസിനും ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും 90 ഡിഗ്രീസ് ഉണ്ടാക്കും, ഫ്ലക്സ് ഉണ്ടാവില്ല. ആകെ ഇപ്പം നമുക്ക് രണ്ട് സർഫസിലെ ഫ്ലക്സ് കണ്ടാൽ മതി. അതിലൊരു സർഫസ് ഇതാണ്, ദാറ്റ് ഇസ് എ ബി എഫ് ഇ, എ ബി എഫ് ഇ. നൗ ഇലക്ട്രിക് ഫ്ലക്സ് കാണുമ്പോൾ ഉള്ള ഏരിയ വെക്ടർ വരയ്ക്കുന്ന ഒരു കൺവെൻഷൻ ഉണ്ട്. ക്ലോസ് സർഫസുകൾക്ക് ഔട്ട്സൈഡ് ദ വോളിയമിലേക്കാണ് നമുക്ക് ഏരിയ വെക്ടർ വരയ്ക്കേണ്ടത്. അപ്പോൾ ഏരിയ വെക്ടർ ഇത് ഇങ്ങോട്ടാണ് വരിക, ആ വോളിയത്തിന്റെ ഔട്ട്സൈഡിലേക്ക് വരയ്ക്കും, വോളിയത്തിന് ഉള്ളോട്ട് വരയ്ക്കാൻ പാടില്ല. പ്ലെയിൻ സർഫസ് ആണ്, നമുക്ക് എവിടേക്ക് വരച്ചാലും നമുക്ക് അത് റീസൺ ചെയ്യാൻ പറ്റും. ഒരു ക്ലോസ്ഡ് വോളിയം ആണെങ്കിൽ ആ വോളിയത്തിന്റെ പുറത്തേക്ക് മാത്രമേ ഏരിയ വെക്ടർ വരയ്ക്കാൻ പാടുള്ളൂ. സോ ഈ ഒരു സർഫസിന്റെ ഏരിയ വെക്ടർ ഇങ്ങനെ വരും. ദിസ് ഇസ് ഏരിയ വെക്ടർ എ, ദിസ് ഇസ് ഇ വെക്ടർ ഇ. ഓൾറൈറ്റ്, നൗ so AE cos 180, 180 degree ആണ് ഇവർ തമ്മിൽ ആംഗിൾ വരിക. ഇലക്ട്രിക് ഫ്ലക്സ് ഫോർ ദാറ്റ് സർഫസ് വിൽ ബി AE cos 180. A സ്റ്റാൻഡ്സ് ഫോർ ഏരിയ, 2 ആണ് സൈഡ് ലെങ്ത്, 2 × 2 4 വരും. E തന്നിട്ടുണ്ട്, റിമെമ്പർ വെരി കെയർഫുള്ളി, E is 2xi cap, which means ഈ പറഞ്ഞ ഫേസ് ഇരിക്കുന്ന എല്ലാ പോയിന്റ്സിന്റെയും എക്സ് കോർഡിനേറ്റ് 2 ആണെന്നുള്ള ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും. x equal to 2 for all the points on this face. It's very clear here. Coordinate geometry വെച്ച് ആലോചിച്ചാൽ ഇത് 2 അല്ലേ, എല്ലാ പോയിന്റിലും 2 ആയിരിക്കും എക്സിന്റെ വാല്യൂ. ഓൾറൈറ്റ്, സോ അവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഉണ്ടാവുക E into 2 ആണ്. EX, that is E into 2. Means 2 into x, that is 2 into 2. That is again 4. അപ്പം cos 180 -1 തരുന്നതുകൊണ്ട് -16 വരും. 4 into 4 into -1 -16 വരും. Now second phases ഈ DCGH ആണ് സെക്കൻഡ് ഫേസ്. ഓൾറൈറ്റ്, ആ ഫേസിന്റെ ഏരിയ വെക്ടർ വരിക പുറത്തോട്ടാണ് വരിക, ഡെഫിനറ്റ്ലി ഔട്ട്സൈഡ് ദ വോളിയം. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എനിവേസ് ഐക്യ ഭാഗത്തേക്കാണ്, അപ്പോൾ ആ ഭാഗത്തേക്കാണ് ഉണ്ടാവുക. വിച്ച് ആക്ച്വലി മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് AE cos 0. cos 0 1 ആണ്. നൗ വി നീഡ് A and E. A എന്ന് പറയുന്നത് ഈ ഫേസിന്റെ ഏരിയ, സൈഡ് ലെങ്ത് 2 ആയതുകൊണ്ട് 2 × 2, എക്സാക്ട്ലി ലൈക്ക് ദ സെയിം ലൈക്ക് ദ പ്രീവിയസ് കേസ്. നൗ then what do we have? Electric field at all points on this plane will exactly be the same. കാരണം ആ എല്ലാ പോയിന്റ്സിന്റെ എക്സ് എക്സാക്ട്ലി സെയിം ആണ്, കാരണം ഇലക്ട്രിക് ഫീൽഡ് എക്സിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് ഇസ് 2 into x. x for all the points on this plane will be 4. കാരണം ഇത് 2 ആണ്, പിന്നെ 2 സൈഡ് ലെങ്ത് ഉണ്ട്, ഇത് 4 ആ വരിക, അവിടുത്തെ x 4 ആ വരിക. സോ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വരിക 2 into x, that is 2 into 4, that is 8. So now we have 4 into 8 into cos 0, that is 1. So basically 32 ആണ് അവിടുത്തെ ഫ്ലക്സ് വരിക. നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്ലക്സിന്റെയും അഡീഷൻ ആണ് വരിക. 32 plus 16, 32 plus -16, that is 32 minus 16, that is 16 is the answer. 16 ആണ് ആൻസർ വരുന്നത്. So that's how we solve it. It's actually a very interesting question. ഞാൻ ഒന്നുകൂടെ കറക്ഷൻ പറയാം. ഞാൻ നേരത്തെ ഒരു ചെറിയൊരു മൊമെന്റിൽ I was actually wondering whether there is a change. This is actually very correct. നോക്കൂ, only two faces which actually has a non-zero flux here would be this face and this face. കാരണം ബാക്കി എല്ലാ ഫേസുകളിലും ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ഏരിയ വെക്ടറും 90 ഡിഗ്രീസ് വിത്ത് ഈച്ച് അതർ ഉണ്ടാക്കുന്നുണ്ട്. സോ നൺ ഓഫ് ദീസ് ഫേസസ് വുഡ് ഹാവ് ഇലക്ട്രിക് ഫ്ലക്സ്. അത് കാര്യം ശ്രദ്ധിക്കുക, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് അത് രണ്ടാമതും വിഷ്വലൈസ് ചെയ്തപ്പോൾ എനിക്കത് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു അവിടെ. ആ വിഷ്വലൈസേഷനിൽ ദാറ്റ് ഇസ് നോ ലോങ്ങർ ദേ, ഐ ഹവ് ജസ്റ്റ് കറക്റ്റഡ് ഇറ്റ്. സോ ദാറ്റ്സ് ഹൗ യു സോൾവ് ഇറ്റ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷേ അതേസമയം ഈ ഇലക്ട്രിക് ഫീൽഡിന് കോമ്പണൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഫേസുകളിൽ നോൺ സീറോ ഫ്ലക്സ് വന്നേനെ. അതായത് എക്സ് കോമ്പണൻറ്റ് മാത്രം അല്ലാതെ വൈ കോമ്പണൻറ്റും സെഡ് കോമ്പണൻറ്റും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ മറ്റ് ഫേസുകളിലും ഫ്ലക്സ് വന്നേനെ, നോൺ സീറോ ഫ്ലക്സ് വന്നേനെ. ബട്ട് ഹിയർ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഓൺലി ദ ഇലക്ട്രിക് ഫീൽഡ് ഇസ് പ്യുവർലി ഇൻ ദി ഐ ഡയറക്ഷൻ. അപ്പോൾ ഫ്ലക്സ് നോൺ സീറോ ഫ്ലക്സ് ഉണ്ടാവുന്ന രണ്ട് സർഫസ് വിൽ ബി ദോസ് സർഫസസ് വിച്ച് വിൽ ഹാവ് ദെയർ ഏരിയ വെക്ടേഴ്സ് along or against the I cap direction. All right, that's how we do it. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ഈസിലി സോൾവ് ഇറ്റ്. നൗ ദിസ് ക്വസ്റ്റ്യൻ കുഡ് ഹാവ് ബീൻ എ ലോട്ട് മോർ കോംപ്ലിക്കേറ്റഡ് ഇഫ് ഈ വെക്ടർ വാസ് എ ലോങ്ങർ വൺ, കുറച്ചുകൂടെ കോമ്പണൻസ് ഉള്ളതാണെങ്കിൽ. നൗ
We don't have any more questions here. We have finished the entire discussion that we have today. കിട്ടിയ പേപ്പേഴ്സ് കിട്ടിയ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, എക്സാക്ട്ലി സെയിം ആയിക്കോളുന്നില്ല. നൗ ഡോണ്ട് ബി ടെൻസ്ഡ് ഓർ പെർപ്ലെക്സ്ഡ്. നിങ്ങൾ ചെയ്തിടത്തോളം എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത പോലെ തന്നെ അതിനെ ബേസ് ചെയ്തൊരു റാങ്ക് നിങ്ങൾക്ക് കിട്ടും. യു ഹവ് ഗോട്ട് നത്തിങ് ടു വറി നൗ. കാരണം ഇതൊക്കെ മെമ്മറി ബേസ്ഡ് ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാക്ട് ആൻസർ ആയിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഈ കാണുന്ന പോലത്തെ ആൻസർ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഈ കാണുന്നത് എക്സാക്ട്ലി സെയിം ക്വസ്റ്റൻ എന്നുള്ളതിന് യാതൊരു എവിഡൻസും എവിടെയില്ല. നമ്മൾ കഴിഞ്ഞ സെഷൻ 1 സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുള്ളത് നമ്മൾ കണ്ട പല ക്വസ്റ്റ്യൻസും എക്സാക്ട്ലി അങ്ങനെയല്ല ഫ്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെയുള്ള അനാലിസിസ് കണ്ടിട്ട് നമ്മളൊന്നും എന്താ പറയുക അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ ഇത് മെമ്മറി ബേസ്ഡ് അനാലിസിസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് ഇങ്ങനെയല്ലോ കിട്ടിയത്, അത് നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ പേപ്പറിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കണ്ടന്റ്, നിങ്ങളുടെ ഫണ്ടമെന്റൽസ് റെഡി ആണെങ്കിൽ, നിങ്ങൾ കേരള എറേഴ്സ് ഒന്നും വരുത്തിയിട്ടില്ലെങ്കിൽ അത് ശരിയായിരിക്കും. So just be prepared to accept the results very gracefully, and we'll continue the support from the Race JE channel. ഇനിയുള്ള അപ്ഡേറ്റുകളും മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. So we'll be keeping in touch with you. Now by today we are ending the discussion session, the live sessions. ഇനി എക്സാംസ് ഇല്ല. അപ്പോൾ ഇന്നത്തോടെ കൂടെ നമ്മുടെ 5-day live sessions end ചെയ്യാണ്. Thank you so much for listening. Thank you guys. And good night. Thank you so much.